നമസ്തേ സർ. സൂര്യപ്ര സൂര്യപ്രകാശത്തിലേക്ക് നോക്കിയാൽ നിഴലുകൾ കാണേണ്ടി വരില്ല എന്ന് പറഞ്ഞത് വിഖ്യാതയായ ഹെലൻ കെല്ലറാണ്. അപ്പോൾ ജീവിതത്തിന്റെ പ്രകാശമനമായ വശങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഒന്നും വലിയ പ്രശ്നസങ്കീർണമായ ഒരു സംഗതിയായിട്ട് വരില്ല. അതിനെയൊക്കെ നമുക്ക് അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തവണത്തെ സിവിൽ സർവീസ് റാങ്കിൽ ഏറ്റവും തിളക്കമുള്ള വിജയം ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വിജയമാണ് ഗോകുലിൻ്റെത്. ഗോകുൽ നേടിയ ആ റാങ്കിന്റെ തിളക്കം അത് തീർച്ചയായിട്ടും വളരെ വലുതാണ്. കാരണം ആ റാങ്ക് ഗോകുലിനെ മാത്രമല്ല മറ്റനേകം പേരെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ പ്രത്യേകത. നമുക്ക് ഇത്രയും നാള് സിവിൽ സർവീസിൽ അന്ധതയെ അതിജീവിച്ചു വന്ന പ്രജ്ഞാൽ പാട്ടീലിനെ പോലെ ബെനോ സെഫീനെ പോലെയൊക്കെയുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മലയാളി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനില്ലായിരുന്നു. അത്രയും ഒരു ചരിത്ര നേട്ടത്തിലേക്കാണ് ഗോകുൽ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തു തോന്നുന്നു? ഈ ഒരു വലിയ സ്വപ്നം സത്യമായി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ് മനസ്സിലുള്ളത്? സന്തോഷമാണ് സ്വാഭാവികമായിട്ടും. പക്ഷെ അപ്പോഴും ഒരു തോന്നലുണ്ട്. എനിക്ക് പേഴ്സണലി ഐ ഹാവൻ ഗിവൺ മൈ ബെസ്റ്റ് എന്നുള്ളത് റിസൾട്ട് വന്നപ്പോൾ മുതലുള്ള എൻ്റെ ഒരു തോന്നലാണ്. കാരണം ഞാൻ ഇതുപോലെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ജസ്റ്റ് പ്രിലിംസ് ഞാനൊരു ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ് 2019 പ്രിലിംസ്. അപ്പം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പ്രിലിംസ് ക്വാളിഫൈ ആയതും. പിന്നീടുള്ള ഒരു രണ്ടര മാസം തികച്ചു കിട്ടിയിട്ടില്ല. ആ ഒരു സമയത്തിന് ഉള്ളിലുള്ള പ്രിപ്പറേഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മെയിൻസ് എഴുതുന്നത്. ഒരു ഇന്റർവ്യൂവിന് മാത്രമാണ് മേ ബി ഞാനൊരു പ്രോപ്പർ പ്രിപ്പറേഷനോടെ മോക്ക് ഇന്റർവ്യൂസ് എടുത്തിട്ട് പോയത്. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് ഇത് വലിയൊരു കാര്യം. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റില് ഈ UPSC സിവിൽ സർവീസ് എക്സാമിന്റെ ലിസ്റ്റിൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാര് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പല പ്രാവശ്യം എഴുതിയിട്ടും പല പ്രാവശ്യം ഇന്റർവ്യൂ വരെ എത്തിയിട്ടും അകത്ത് വരാൻ പറ്റാത്ത ആൾക്കാരുള്ള ഒരു മേഖലയാണ്. അപ്പം പലപ്പോഴും കുറച്ചുപേരൊക്കെ പറഞ്ഞു എന്താണ് സർവൈവേഴ്സ് ഗിൽട്ട് ആണെന്ന് പറഞ്ഞു. എങ്കിൽ പോലും പലപ്പോഴും അങ്ങനെയും തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ പുറത്ത് നിൽക്കുമ്പം ഇത്രയും ആൾക്കാർ എഫേർട്ടിന്റെ ഒരു 10 പോലും നമ്മൾ ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതൊരു വശത്ത്. രണ്ടാമത് എന്റെ ബെസ്റ്റ് എഫേർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇനിയും അവസരം ഉണ്ടല്ലോ. ഇനിയും അല്ലേ വീണ്ടും ശ്രമിക്കാനുള്ള ഒരു അവസരമുണ്ട്. എനിക്ക് തോന്നുന്നു 1ാം റാങ്ക് 2014 സിവിൽ സർവീസ് പരീക്ഷ എഴുതി 2015 1ാം റാങ്ക് നേടിയ വ്യക്തി മറ്റാരുമല്ല, അത് ഇറ സിംഘാൾ IAS ആണ്. 62% ചലനേന്ദ്രിയങ്ങളുടെ വൈകല്യം ഉണ്ടായിരുന്ന വ്യക്തി, സ്കോളിയോസിസ് എന്ന മാരക രോഗത്തെ തോൽപ്പിച്ച് വിജയം നേടിയ വ്യക്തി. ഇറ സിംഘാള് കേരളത്തിൽ വന്നിരുന്നു. നമ്മളുടെ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇറ സിംഘാളുമായിട്ടൊരു വലിയ സൗഹൃദമുണ്ട്. അപ്പോൾ ഇറ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം, ഞാൻ സർവീസിൽ വന്നതിന് ശേഷം ഏതാണ്ട് 34ഓളം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഗുണകരമാവുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് അതിനൊരു ചാലക ശക്തിയായി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചു. അതാണ് എന്നെ ഏറ്റവും അധികം സംതൃപ്തി നൽകുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇനി അടുത്തൊരു ചാൻസിൽ ഗോകുൽ ഇറ സിംഘാളിനെ പോലെ 1ാം റാങ്കിലേക്ക് വരില്ല എന്ന് ആര് കണ്ടു? ഒരുപക്ഷെ അതിനുള്ള സാധ്യതകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഗോകുൽ നേടിയ വിജയം, ഗോകുല് വളരെ ലാഘവത്വത്തോടെ പറയുമെങ്കിലും ഞാൻ പറയും അങ്ങനെയൊന്നുമല്ല. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സിവിൽ സർവീസിൽ നമുക്ക് പലപ്പോഴും അറിയാം, കാണാതെ പഠിച്ചെഴുതുന്ന സംഗതികളല്ല മാർക്ക് നൽകുന്നത്, നമ്മൾ അനലിറ്റിക്കലായിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള ആ പഠന കാലഘട്ടത്തിലും അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് എഴുതിയ ഓരോ വാക്കുകളും അത് തീർച്ചയായിട്ടും ആ ഉത്തരക്കടലാസ് വാല്യൂ ചെയ്ത അധ്യാപകനെ, വ്യക്തിയെ സ്വാധീനിച്ചിരിക്കും എന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇറ സിംഘാൾ പറഞ്ഞൊരു വാചകത്തിലേക്ക് ഞാൻ വരികയാണ്. 1ാം റാങ്ക് നേടി ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായപ്പോൾ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകളെ സഹായിക്കുവാൻ, കാരണം അവരുടെ പ്രതിനിധിയായി പലപ്പോഴും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ. അവരുടെ പ്രതിനിധിയായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് ഇറ സിംഘാൾ പറയുകയുണ്ടായി. അത്തരത്തിൽ ഇനി ഇപ്പോൾ എന്താണ് എങ്കിലും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാകുമ്പോൾ ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു ഓഫീസറായി തീരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മനസ്സിലുള്ളത്?
സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും പറയും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇടയിൽ നിന്നാണ് സൊല്യൂഷൻസ് വരേണ്ടതെന്നുള്ളത് എന്റെയും ഒരു ചിന്തയാണ്. ഇപ്പം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് മാത്രമല്ല, പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഈ പോളിസി ഡിസിഷൻസ് ഒക്കെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വളരെ ഇഫക്റ്റീവായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ മുകളിൽ നിന്നുകൊണ്ട് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ നിന്നുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ പറ്റുന്ന പ്രശ്നം അതാണ്. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൾക്കാരായാലും അല്ല വേറെ ഏതെങ്കിലും തരത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും ഇപ്പം ട്രാൻസ് പീപ്പിൾ ആയാലും ആരായാലും അവരെ പറ്റി ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പം അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ചറിയേണ്ടത് അത് വളരെ എസെൻഷ്യൽ ആണ്. അവരുടെ കാരണം പലപ്പോഴും നമ്മൾ വളരെ കോംപ്ലക്സ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യത്തിന് പോലും അവർ സ്വന്തം ജീവിതത്തിൽ നിന്ന് വളരെ എളുപ്പമുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പൊ അതൊരു സത്യം തന്നെയാണ്. എപ്പോഴും നമ്മൾ ഏത് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാലും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഫൈനൽ ആരെയാണോ ഇത് ബാധിക്കുന്നത്, നമ്മുടെ വർക്ക് ആരെയാണോ ബാധിക്കുന്നത് അവരുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ളത് മുൻപേ ഉള്ളൊരു താല്പര്യമാണ്. പിന്നെ ഇപ്പൊ ഒരു സിവിൽ സർവീസ് ഓഫീസർ എന്ന് പറയുമ്പം നമ്മള് ഇപ്പം ഏതെങ്കിലും ഇപ്പൊ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിന്റെ മാത്രം റെപ്രസെന്റേറ്റീവ് ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ഐ ക്യാൻ ബ്രിങ് ടു ദ ടേബിൾ സ്പെഷ്യൽ തിങ്സ് റിഗാർഡിങ് ദാറ്റ് സെക്ഷൻ. അതിലുപരി നമ്മൾ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന ഓഫീസേഴ്സ് ആയിരിക്കും. പക്ഷെ എപ്പോഴും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. അവരുടെ ഏത് സർവീസിൽ കിട്ടിക്കഴിഞ്ഞാലും എൻഡ് യൂസറിന്റെ ആയിട്ട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് വലിയൊരു താല്പര്യമാണ്. തീർച്ചയായിട്ടും വലിയ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പറഞ്ഞതുപോലെ അങ്ങനെ ഞാൻ ഇറാ സിംഘാളുമായിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇറാ സിംഘാൾ പറഞ്ഞ വാചകം, അവര് മുൻപോട്ടേക്ക് വെക്കുന്ന ലൈഫ് ഫിലോസഫീസ് ഒക്കെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഹാൻഡിക്യാപ്പ് എന്നുള്ള ഒരു രീതിയിലൊക്കെ ആളുകൾ എന്നെ പലപ്പോഴും കണ്ടു. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇറാ പറഞ്ഞ ഒരു വാചകമാണ്. ഇറാ പറഞ്ഞ ഒരു കാര്യം മാനസികമായിട്ടുള്ള മനസ്സിലെ ഒരു ഹാൻഡിക്യാപ്നെസ് ആണ് ഏറ്റവും വലുത്. അത് ഫിസിക്കൽ ഹാൻഡിക്യാപ്നെസ്സോ അല്ലെങ്കിൽ ചലഞ്ചസോ ഒന്നും തന്നെ അല്ല വലുത്. നമുക്കറിയാം ടോം വിറ്റങ്കറെ പോലെയുള്ള ആളുകൾ 2 കാലുകളും ഇല്ലാഞ്ഞിട്ട് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കി. ഇന്ന് നമ്മുടെ മുമ്പിൽ അരുണിമ സിൻഹയെ പോലെയൊക്കെയുള്ള ഒത്തിരി ആളുകളുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് പ്രചോദനം പകരുകയാണ് ഗൂഗിളിനെ പോലെയുള്ള ആളുകളുടെ ജീവിതം. ഒരുപക്ഷെ ഗൂഗിളിന്റെ വിജയം വ്യത്യസ്തമാകുന്ന അവിടെയാണ്. എനിക്ക് കഴിഞ്ഞ വർഷം നമ്മളുടെ അക്കാഡമിയിലേക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ള 2 കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കടന്നു. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചില ഓഫീസേഴ്സ് ആണ് മോട്ടിവേറ്റ് ചെയ്തത്. പ്രജ്ഞാൽ പാട്ടീലിന്റെ ജീവിതം കണ്ടു, ബെനോസെഫിന്റെ ജീവിതം കണ്ടു. പക്ഷെ അവർക്കൊക്കെ മുൻപിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ അധികം ആളുകളില്ലായിരുന്നു. പക്ഷെ ഇനി മുതൽ അവർ പറയും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഏതാണ്ട് 4.5 കോടിയോളം വരുന്ന മലയാളികളുടെ ഇടയിൽ നിന്ന് ഇതാ ഞങ്ങളുടെ മുമ്പിൽ ഒരു ഓഫീസർ. ചെറിയൊരു കാര്യമല്ല. ആ നേട്ടം ഒരുപക്ഷെ നാളുകളിൽ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹൃദ്യമായ അഭിനന്ദനം ആദ്യമേ നേരുന്നു. കാരണം നമ്മളുടെ ആ കഴിഞ്ഞ പ്രോഗ്രാമിൽ നടൻ ജയസൂര്യയൊക്കെ പങ്കെടുത്തപ്പോൾ ജയസൂര്യയൊക്കെ ചോദിച്ചത് ഗൂഗിളിനെ കാണണമെന്നാണ്. അന്ന് ചില തിരക്കുകൾ കൊണ്ട് ഗൂഗിളിന് ആ ചടങ്ങിൽ പങ്കെടുക്കുവാനൊന്നും സാധിച്ചില്ല. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിച്ചത്, ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് PhD. എന്നിട്ടും മലയാളം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? മലയാള സാഹിത്യമായിട്ട് എനിക്ക് പണ്ടേ നല്ല ബന്ധമുണ്ട്. മലയാളം വായിക്കുമായിരുന്നു. ചെറുതിലെ മുതലേ മലയാളം വായിക്കുമായിരുന്നു. പിന്നെ പിന്നെ ഒരു കാര്യം, സ്വാഭാവികമായിട്ടും മലയാളം ഓപ്ഷണലിന്റെ സിലബസ് നമ്മൾ എടുത്തു നോക്കുമ്പം നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവുമായിട്ട് അതിനെ ഈ നമുക്ക് പഠിക്കാനുള്ള മലയാളം സബ്ജക്റ്റിനെയും നമ്മുടെ സംസ്കാരത്തിനെയും ചരിത്രത്തിനെയും ഇഴവിരിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. ചരിത്രവും സംസ്കാരവുമായിട്ട് അത്രത്തോളം ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സിലബസ് ആണ്. കാരണം കേരള ചരിത്രം അറിയാതെ നമുക്ക് മലയാളം ഓപ്ഷണൽ സബ്ജക്ട് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് കേരള ചരിത്രവുമായിട്ടും കേരളത്തിന്റെ സംസ്കാരമായിട്ടും നമ്മുടെ സമൂഹത്തിനെ പറ്റി അറിയണം എന്നുള്ളത് താല്പര്യമായിരുന്നു. ഞാൻ എപ്പോഴും താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്റെ MA ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മലയാളത്തിൽ ഒരു PG ചെയ്യണം എന്ന്. അത് അല്ലാതെ എനിക്കൊരു താല്പര്യമുള്ളായിരുന്നു. അപ്പം ഇത് നോക്കുമ്പം
മലയാളത്തിന്റെ PG യുടെ സിലബസ് ഏകദേശം അതുപോലെയാണ് ഇവിടെയും വരുന്നത്. സിവിൽ സർവീസിലും വരുന്നത് അതിലും ഉണ്ട് അല്ലേ? അതിലും കൂടുതലുണ്ട്. അതിലും കൂടുതലുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് ഒരു റെപ്ലിക്കേഷൻ ആണ്. അപ്പം ഞാൻ വിചാരിച്ച കാര്യം, കുറെ കാര്യങ്ങൾ ലിറ്ററേച്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഗ്രാസ്പ് ഉണ്ടാവും. കാരണം മലയാളം സാഹിത്യമായാലും ഇംഗ്ലീഷ് സാഹിത്യമായാലും സാഹിത്യത്തിന് പൊതുവായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ മോഡേൺ ലിറ്ററേച്ചർ ഒക്കെ വരുമ്പം ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിനെ പലപ്പോഴും പിന്തുടരുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ റിഫ്ലക്ഷൻസ് മലയാളത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷ് സാഹിത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. പലപ്പോഴും പല ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, നമ്മുടെ കവിത്രയങ്ങളിൽ പ്രധാനിയായ ആശാനും ഉള്ളൂരും വള്ളത്തോളും 3 പേരും ആംഗലേയ സാഹിത്യത്തിലും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്ന ആളുകളാണ്. ഞാനിപ്പോ മലയാളം ഓപ്ഷനിൽ എടുക്കുന്ന ഒരു അധ്യാപകനാണ്. പക്ഷെ എന്റെ ബേസിക് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടാണ് എനിക്ക് മലയാളം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും നാടകത്തെ ആവട്ടെ, കഥയെ ആവട്ടെ, നോവലിനെ ആവട്ടെ ഒക്കെ ബന്ധപ്പെടുത്തുമ്പോൾ ആഗോള സാഹിത്യവുമായി കൂടി നമ്മൾ ബന്ധപ്പെട്ട് പോകുമല്ലോ. പലപ്പോഴും ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഇന്ന് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഈ മെഡിസിൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പോലും ലിറ്ററേച്ചർ ഒരു വിഷയമായിട്ട് ഉൾക്കൊള്ളിക്കണം. കാര്യം മനുഷ്യ മനസ്സിനെ ആർദ്രമാക്കാൻ, അവനെ കുറച്ചുകൂടെ കനിവുള്ളവനാക്കുവാൻ സാഹിത്യം പഠിക്കുന്നത് സഹായിക്കും. ഈ ഒരു വാദത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത്തരത്തില് ഞാൻ പറഞ്ഞത് എല്ലാ വിഷയങ്ങളിലും പഠിക്കുന്നവർ, ഇപ്പൊ സിവിൽ സർവീസ് പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്നറിയപ്പെടുന്ന എക്സാമിന് പോലും സാഹിത്യം ഒരു വിഷയമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ സാഹിത്യം പഠിക്കുന്നത് കൊണ്ട് മനുഷ്യനെ കൂടുതൽ നവീകരിക്കുമോ ആ സാഹിത്യ പഠനം? നമ്മൾ കഥകളും കവിതകളും നോവലും ഒക്കെ വായിക്കുമ്പോൾ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ഇതിനെ 2 രീതിയിൽ കാണും. ഒന്നെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് വളരെ ക്രോസ് കട്ടിങ് ആയിട്ടുള്ള ക്രോസ് ഡിസിപ്ലിനറി സ്റ്റഡീസ് വളരെ കൂടി വരുവാണ്. ഇപ്പൊ എന്റെ PhD ടോപ്പിക് ആണെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ലിറ്ററേച്ചർ ആണ് എന്റെ ബ്രോഡ് ഏരിയ. അത് വളരെ ഒരു പൈനിയറിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്, അധികം ആരും ചെയ്തിട്ടില്ല. അപ്പോ ക്ലൈമറ്റ് ചേഞ്ച് ലിറ്ററേച്ചർ എന്ന് പറയുമ്പം ബേസിക്കലി ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ സയൻസിൽ കൺഫൈൻ ചെയ്ത് നിർത്തുന്ന ഒരു ഏരിയ ആണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാനും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള വർക്കെല്ലാം സയന്റിഫിക് ആയിരിക്കണം എന്നായിരുന്നു പൊതുവെ ഉള്ളൊരു കൺസെൻസസ്, പൊതുവെ ഉള്ളൊരു ധാരണ. അപ്പം അതിലൊരു മാറ്റം എന്നുള്ള രീതിയിലാണ് ഈ ഹ്യൂമാനിറ്റീസിനെ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ, സാഹിത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാം, ക്ലൈമറ്റ് ചേഞ്ചിനെ കമ്പാറ്റ് ചെയ്യാം, ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ സാഹിത്യവും ഹ്യൂമാനിറ്റീസും ആർട്സും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഇന്റർ ഡിസിപ്ലിനറി സാധനം കൂടിക്കൂടി വരുവാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം മെഡിസിനും എഞ്ചിനീയറിംഗും ഫിസിക്സും പഠിക്കുന്നവർക്ക് പോലും, അല്ലെങ്കിൽ IIT-കളിലും ഐസറുകളിലും സയൻസ് ഫോളോ ചെയ്യുന്നവർക്ക് പോലും പലപ്പോഴും അവർ ആ സയൻസിന്റെ ആ ഫാക്ച്വൽ ലോജിക്കൽ നല്ലതാണ്, എനിക്കും താല്പര്യമാണ് ലോജിക്കും ഫാക്റ്റും ഒക്കെ. പക്ഷെ അത് ചെയ്യുമ്പം നഷ്ടപ്പെട്ടു പോകുന്ന എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ ശാസ്ത്രം ഒക്കെ മാനുഷികം ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാനുഷികം അല്ലാത്ത ശാസ്ത്രം പ്രസക്തമല്ല. അപ്പം മനുഷ്യന് വേണ്ടി ശാസ്ത്രം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആർട്സ് എവിടെയെങ്കിലും ഒക്കെ വരണം, ഹ്യൂമാനിറ്റീസ് എവിടെയെങ്കിലും ഒക്കെ വരണം, സാഹിത്യം എവിടെയെങ്കിലും ഒക്കെ വരണം എന്നുള്ളതാണ്. അപ്പൊ അത് ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അല്ലേ? തീർച്ചയായിട്ടും ഭാവിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് കടന്നു വരട്ടെ എന്നുള്ള ഒരു ആശംസയാണ് എനിക്കുള്ളത്. കാരണം ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന്റെ മനസ്സിന് ഒരു തരളത അല്ലെങ്കിൽ നവീകരണം തീർച്ചയായിട്ടും സംഭവിക്കും അല്ലെ? ഈ പലപ്പോഴും ഈ കഴിഞ്ഞ ഒരു കാലഘട്ടം ഇപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ എത്തി നിൽക്കുന്നു. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു യാത്ര ആയിരിക്കണം എന്നില്ല, എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും ഇറാ സിംഘാളിനെ പോലെയുള്ള ആളുകളുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ഒട്ടേറെ തിരസ്കരണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇറാ സിംഘാൾ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ഒന്ന് ഓർമ്മിക്കുകയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യം, പലപ്പോഴും സ്കൂളുകളിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ, സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ചേർക്കുമ്പോൾ വേറെ സ്കൂളിൽ കുട്ടിയെ ചേർത്തുകൂടെ എന്നിറയുടെ മാതാപിതാക്കളോട് പലപ്പോഴും സ്കൂൾ അധികൃതർ ചോദിക്കുമെന്ന് ഒക്കെ ഇറാ സിംഘാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തിരസ്കരണങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ തിരസ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തിരസ്കരണങ്ങളോട് എങ്ങനെയാണ്
പ്രതികരിച്ചത്. കാരണം ഇന്ന് ഒരുപക്ഷെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ അവരൊരു സ്വപ്നമായിട്ടായിരിക്കും സിവിൽ സർവീസിലേക്ക്, ഗോകുലസിന് ഇന്ത്യൻ സിവിൽ സർവീസിൽ എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ എനിക്കുമാകാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന നിരവധി ആളുകളുണ്ടാവും. പക്ഷെ അവർ പലപ്പോഴും നേരിടുന്ന വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിൽ അവരെ പുറകോട്ട് വലിക്കുന്ന ആളുകളായിരിക്കും. നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ 100 കണക്കിന് ആളുകളുണ്ടാവും. നിന്നെ കൊണ്ട് പറ്റും, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാൻ ചിലപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അത്തരമൊരു ഘട്ടത്തിൽ ജീവിതത്തിൽ നേരിട്ട തിരസ്കരണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം. തിരസ്കരണങ്ങള് വളരെ സ്വാഭാവികമാണ്. ഇപ്പം അതിന് നമ്മൾ ഇത് തന്നെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം ഇതാണ്. നമ്മളൊരു സ്കൂളിൽ ചെല്ലുമ്പം നമ്മളൊരു +2 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ക്രെഡിബിലിറ്റി ഉണ്ട്. നമുക്ക് +2ന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, മാർക്കുണ്ട്, ഞാൻ ഇന്നതാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ രേഖയുണ്ട്. ഏറ്റവും ഇപ്പൊ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് സ്കൂളിലാണ്. കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ പലപ്പോഴും സ്കൂളുകളിൽ ചേർക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അതോറിറ്റീസിന് ഇത് പേഴ്സണലിയും ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ ഈ അതോറിറ്റീസിനെ കുറ്റം പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്കറിയില്ല. കാരണം അവർക്കും അറിയില്ല എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളതിനെ പറ്റി. അപ്പം അങ്ങനെ ആ വസ്തുതയും നമ്മൾ ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതും നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അവർക്കും അറിയില്ല എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെ സാധ്യതകളുണ്ട്, എങ്ങനെയൊക്കെ ഈ കുട്ടിയെ ഡെവലപ്പ് ചെയ്യാം, നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ പലപ്പോഴും അവരത് കണ്ടുപിടിക്കാനുള്ള അത്രയും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ എന്തിന് അത്രയും കമ്മിറ്റ്മെന്റ് എടുക്കണം എന്നുള്ള ഒരു ചിന്തയും കാണാം. ഇത് സ്വാഭാവികം. നമ്മളിപ്പം പ്രത്യേകിച്ച് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ 7th കഴിഞ്ഞിട്ടാണ് സ്കൂൾ മാറുന്നത്. അപ്പോൾ ഈ 8th സ്റ്റാൻഡേർഡിലോട്ട് പോകാൻ സമയത്ത് നമുക്ക് പറയാനും കാണിക്കാനും വേറെ രേഖകളൊന്നുമില്ല. അപ്പം കുറെ സ്ഥാപനങ്ങള് തിരസ്കരിച്ചിട്ടുണ്ട്, റിജക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് അവരൊക്കെ അതില് ഒരുപക്ഷെ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ടാവാം, അല്ലെ? ഉണ്ടാവാം. കാരണം അതിൽ ചില സ്കൂളുകൾ ഇത് കഴിഞ്ഞിട്ട് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എന്നെ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു. അതാണ് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ വലിയൊരു എന്താ പറയുക, ഒരു മാസീവ് മാസീവ് സക്സസ് അല്ലെ, ഒരു മാസീവ് റിവെഞ്ച്. നമ്മുടെ ഒരു മാസീവ് സക്സസിലൂടെ നമുക്കൊരു മാസീവ് റിവെഞ്ചിലേക്ക് എത്താം എന്നൊക്കെ ചിലർ പറയാറുണ്ട്. എന്താണെങ്കിലും അത് വലിയൊരു അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അങ്ങനെയുള്ള അപ്പൊ അത് പിന്നെ എന്ന് പറയുമ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഒന്ന് വീട്ടിൽ നല്ലൊരു സപ്പോർട്ട് മെക്കാനിസം ഉണ്ടെന്നുള്ളതാണ്. വീട്ടിൽ ഇപ്പം എവിടെ റിജക്ഷൻ വന്നാലും നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെ പോകാം എന്നുള്ള രീതിയിൽ പാരന്റ്സ് എപ്പോഴും നല്ല സെറ്റായിട്ട് പിറകിലുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സ്കൂളിലായാലും വേറെ ഏത് സ്ഥാപനത്തിലായാലും പലപ്പോഴും റിജക്ഷൻ വരുന്നത് അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്നാണ്. നമ്മൾ സ്കൂളിലോട്ടോ അല്ലെങ്കിൽ കോളേജിലോട്ടോ വേറെ ഏത് സ്ഥാപനത്തിലോട്ടോ കയറി കഴിയുമ്പം അവിടെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ പലപ്പോഴും വളരെ അക്സെപ്റ്റിംഗ് ആണെന്നുള്ളതും പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാനിത് ഇതിപ്പോ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരു സംഭവമാണ്. ഇപ്പം ഞാൻ എന്റെ ഡിഗ്രി സമയത്ത് ഡിഗ്രിയുടെ ഇപ്പൊ ഡിഗ്രി എല്ലാ കോഴ്സിനും ലാസ്റ്റ് ഒരു ടൂർ കാണുമല്ലോ. അപ്പം ആ സമയത്ത് ഞാൻ കോളേജില് വേറെ പ്രശ്നമൊന്നുമില്ല എന്നല്ല, കോളേജിൽ ഞാൻ നല്ല പോപ്പുലർ ആണ്, കോളേജിൽ എല്ലാവരുമായിട്ടും നല്ല പരിചയമാണ്, എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാം എൻഗേജ്ഡ് ആണ്. എങ്കിലും എന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവർക്കെല്ലാം ഇച്ചിരി റിസ്ക് അല്ലേ, അപ്പം പോകുന്നില്ല എന്നുള്ളൊരു രീതിയിൽ മാറി നിൽക്കാനുള്ള സ്വന്തമായിട്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. പക്ഷെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു 8-9 ഫ്രണ്ട്സ് ചെന്നിട്ട് ടൂറ് അന്ന് എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയുടെ ചെന്നിട്ട് അവർ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു ഗൂഗിൾ ഇല്ലെങ്കിൽ ഞങ്ങളും വരുന്നില്ല. അപ്പം സപ്പോർട്ടാണ് ആണ്. അപ്പൊ പിന്നെ ഇതില് കൂടുതലൊന്നും ഒരാളിന് സപ്പോർട്ട് കിട്ടാനില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മളെ പലപ്പോഴും എന്താണ്, ഇറ്റ് കീപ്സ് അസ് മോട്ടിവേറ്റിംഗ്. പിന്നെ ഇങ്ങനെയുള്ള റിജക്ഷൻസ് ഇപ്പൊ അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ റിജക്ഷൻസ് പ്രത്യേകിച്ചും ഈ ഓൾഡർ ജനറേഷൻസിന്റെ ഇടയിൽ നിന്ന് കൂടുതൽ വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ദിസ് കീപ്സ്. പിന്നെ ഈ സമയമൊക്കെ ആകുമ്പോൾ ഒരു സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡും കുറെ ഡെവലപ്പ് ചെയ്യും.
ഈ റിജക്ട് ചെയ്യുന്നവരോടെല്ലാം മാറി നിൽക്കുന്ന പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും നമുക്കാവും. അതെ, നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ബോധവാന്മാരാവും. ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു പലപ്പോഴും പറഞ്ഞ് ജയിക്കാനല്ല, പിന്നീട് ചെയ്ത് കാണിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ്, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് പോവുക. ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു മനോഹരമായ ഒരു ദൃശ്യം പലപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടി ബോൾഡ് ആയിട്ടുള്ള RJ ആയിട്ട്, അവർ ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്, ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെയാണ് കാണുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന ഒരു വാചകം പലപ്പോഴും എന്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇന്ത്യയിൽ നിൽക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് അത്ര ഗുണകരമല്ല. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്, അവിടെ ഞങ്ങളെ കൂടി ഉൾക്കൊണ്ടു പോകുന്ന ഒരു സമൂഹമാണ്. ഒരുപക്ഷെ ആ സിനിമ വന്നതിൽ നിന്നുമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവാം, പക്ഷെ പൂർണ്ണമായി മാറി എന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ഒരു സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ടേക്ക് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്കൊരു പരിഷ്കൃത സമൂഹം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക, അല്ലെ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം എല്ലാ മേഖലകളിലും കടന്നു വരേണ്ടതില്ലേ? ഇന്ന് നമുക്കറിയാം, ഇന്ന് സ്കൂളുകളിൽ, ഓഫീസുകളിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് സ്പെഷ്യൽ വീൽ ചെയർ കടന്നു ചെല്ലുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ വേണം, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ടോയ്ലറ്റ്സ് വേണം. ഇതൊക്കെ ഇന്ന് നിയമത്തിന്റെ ഭാഗമാണ്, പോളിസി മേക്കിങ്ങിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ ഒരു 10-15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ നിലവിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ, ഒരുപക്ഷെ മാറ്റങ്ങളൊക്കെ കടന്നു വരുന്നതിന്? ഈ ഒരു കാര്യം പലയിടത്തും ഇപ്പൊ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ പലയിടത്തും വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, US കെമിസ്ട്രി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അതുപോലെ ഇവിടുന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് CBSE സ്ട്രീമിൽ +2 ബയോസയൻസ് പഠിച്ചത് കാർത്തിക് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. എനിക്ക് 1 വർഷം മുൻപ് സെക്കൻഡ് പഠിച്ചിറങ്ങിയത് ഞാനായിരുന്നു. അപ്പം അതെ, അപ്പം കാർത്തികിനെ പരിചയം അങ്ങനെയാണ്. അപ്പം നമ്മൾ കുറെ അവരിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും അങ്ങനെയാണ് പരിചയം. സയൻസ് സ്ട്രീമിൽ അഡ്മിഷൻ കൊടുക്കില്ലായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നോർമലി വിഷ്വലി ഇമ്പയർഡ് ആൾക്കാർക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ ഇപ്പോഴും സയൻസ് സ്ട്രീമിൽ അഡ്മിഷൻ കൊടുക്കില്ല എന്നാണ് എന്റെ അറിവ്. അതുപോലെ പറഞ്ഞു വന്നപ്പോ ഗൂഗിൾ ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരു പോയിന്റ് കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീകാന്ത് ബോല എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ബോലൻഡ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞ അറിയാം, ഗൂഗിളിന് അറിയാവുന്ന ആൾ തന്നെയാണ്. 500 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു നല്ലൊരു സംരംഭകനാണ്. അദ്ദേഹം ഡിഗ്രിക്ക് സയൻസ് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ അവസാനം അദ്ദേഹത്തിന് കോടതി കയറേണ്ടി വന്നു സയൻസ് പഠിക്കാൻ. അധ്യാപകരെ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. അപ്പോ കഴിവുള്ള ആളുകളെ തിരസ്കരിക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട്. ഇങ്ങനെ വേറിട്ട രീതിയിൽ നമുക്ക് ഇപ്പൊ എനിക്ക് ഇവിടെ വളരെ ബേസിക് ആയിട്ട് പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളിലും ഇന്നും നിയമപ്രകാരം വിഷ്വലി ഇമ്പയർഡ് ആൾക്കാർക്ക് സയൻസ് എടുക്കാൻ പറ്റില്ല. അപ്പം അവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടെന്നാണ്, എന്താണ് ഇതിലൊരു പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു സജ്ജീകരണങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഇതിന് പ്രത്യേകിച്ച് ഒരു ഇക്കണോമിക് ബർഡൻ വരുന്നില്ല, എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു വന്നത്, കാർത്തിക് ഇതുപോലെ എന്നിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പോടെ ഇപ്പൊ അവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഇത് ചെയ്യുവാണ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യുവാണ്. തിരസ്കരിക്കപ്പെട്ട ആളെ സ്റ്റാൻഫോർഡ് സ്വീകരിച്ചു, അല്ലെ? അതെ, ഇവിടെ ഡിഗ്രി കിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് ഹി വാണ്ടഡ് ടു ജോയിൻ IITs ജോയിൻ ചെയ്യണം എന്നുള്ള താല്പര്യമായിരുന്നു. പക്ഷെ അതിന് ഇത് പറഞ്ഞതുപോലെ കോടതി കയറേണ്ടി വരും എന്നുള്ള സ്ഥിതി വന്നപ്പം സ്റ്റാൻഫോർഡിൽ സ്കോളർഷിപ്പും കിട്ടിയപ്പം ഹി വെന്റ് അബ്രോഡ്. അവരെല്ലാവരും ഉൾക്കൊള്ളിക്കും. എനിക്ക് തോന്നുന്നു സ്റ്റാൻഫോർഡിന്റെ ഒരു പോളിസി തന്നെ അവർ മാർക്ക് നോക്കിയല്ല, അല്ലെ ഇത്തരം മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെ പല ഫാക്ടേഴ്സ് വെക്കും. ഈ ശ്രീകാന്ത് പോലെയും സെയിം ഒരു ഇഷ്യൂ നടന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു സ്റ്റാൻഫോർഡിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് മാസ്റ്റേഴ്സ് എടുക്കാൻ പോയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് ധാരാളം ആളുകൾ ഇത്തരത്തിൽ സിവിൽ സർവീസിലേക്ക്, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടൊക്കെയുള്ള ധാരാളം ആളുകൾ സിവിൽ സർവീസിലേക്കൊക്കെ വരണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അവർ പലപ്പോഴും നേരിടുന്ന ഒരു വെല്ലുവിളി, ഇത് എങ്ങനെ പഠിക്കാം, പ്രത്യേകിച്ചും ആ ഒരു ടെക്നിക്ക്. മനോരമയിൽ ഒരു ലേഖനം ഗൂഗിൾ എഴുതിയിരുന്നത് ഞാൻ വായിച്ചിരുന്നു. അപ്പൊ നമ്മുടെ 2 സ്റ്റുഡൻസ്, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള 2 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ രീതിയൊക്കെ പിന്തുടരണമെന്ന് പറഞ്ഞു. പക്ഷെ ഗൂഗിളിൽ നിന്ന് തന്നെ അത് കേൾക്കുകയാണ് എങ്കിൽ, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം തന്നെ ഞാനൊരു സിവിൽ സർവീസ് വീഡിയോ ചെയ്തപ്പോൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അല്ലെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സിവിൽ സർവീസിലെ സാധ്യത എന്നതിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു.
എൻ്റെ ഒരു വലിയ ഒരു 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 ആഗ്രഹമാണ് ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ സർവീസിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ എനിക്ക് ഗൂഗിളിലേക്ക് ആ റാങ്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. അപ്പൊ പഠന രീതിയെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ? ഒരുപാട് പേർ, ഒരുപക്ഷെ ഗൂഗിളിനെ ശ്രമിക്കുന്ന ഒരുപാട് പേർക്ക് അത് വളരെ പ്രയോജനപ്രദമായിരിക്കും. പേഴ്സണലി ഇപ്പൊ എനിക്ക് നോർമൽ ഒരു ആസ്പിറന്റ് ഫോളോ ചെയ്യണേന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം അല്ല ഞാനും ഫോളോ ചെയ്തിട്ടുള്ളത്. ഇവിടെ വ്യത്യസ്തത എന്ന് പറയുമ്പം വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ സ്ക്രീൻ റീഡർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി ഉണ്ട്. അതായത് എന്താണ്, കമ്പ്യൂട്ടറിൽ നോർമൽ സാധാരണ കമ്പ്യൂട്ടറാണ്, അതില് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം എല്ലാം വാട്ട് എവർ ഈസ് ഓൺ ദ സ്ക്രീൻ നമുക്ക് സ്പീച്ച് ആയിട്ട് കിട്ടും, ഓഡിയോ ആയിട്ട് കിട്ടും. അതായിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം നോർമലാണ്. ഇപ്പം ഹിന്ദു പത്രം വായിക്കണത്, ഹിന്ദു പത്രം വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. നോർമൽ പത്രം തന്നെയാണ്, നോർമൽ ഇ പേപ്പർ തന്നെയാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അതെ. അതുപോലെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എല്ലാം PDF ആയിട്ട് അവൈലബിൾ ആയ, NCERT ടെക്സ്റ്റ് എന്നല്ല, ഇപ്പൊ മിക്കവാറും എല്ലാ ടെക്സ്റ്റുകളും PDF ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അത് നമുക്ക് വായിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുമാതിരി ഇപ്പം യോജന പോലുള്ളതെല്ലാം ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് എല്ലാം ആക്സസിബിൾ ആയിട്ട് അവർ അവൈലബിൾ ആക്കുന്നുണ്ട്. അത് അതെ, PDF കിട്ടുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇനിഷ്യേറ്റീവ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോ ഞാൻ പറയാതെ പോയതാണ്, ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ച് വർഷമായിട്ട് നമുക്കും നമ്മുടെ രാജ്യത്തും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 4 വർഷം തുടർച്ചയായിട്ട് ഈ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ എവിടെയെങ്കിലും ഒരിടത്ത് പ്രധാനമന്ത്രി ഈ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആൾക്കാരെ പറ്റി ഒരു പരാമർശം നടത്തി എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പം നമ്മളും മെയിൻ സ്ട്രീം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു വലിയ ലക്ഷണമാണ്. മേ ബി നമ്മുടെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു രാജ്യത്തിന് പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മുൻപ് നമ്മുടെ പ്രയോറിറ്റീസ് വേറെ ആയിരുന്നു, അത് മാറി തുടങ്ങി എന്നുള്ളതായിരിക്കാം. അപ്പോ അങ്ങനെ ഇപ്പം അതെല്ലാം ഈ ഇങ്ങനത്തെ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ് എല്ലാം ആക്സസിബിൾ ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ നമ്മുടെ ഈ മേജർ സിവിൽ സർവീസ് വെബ്സൈറ്റുകൾ, ഇപ്പൊ ഇൻസൈറ്റ്സ് പോലുള്ള സൈറ്റുകളായാലും അതും എല്ലാം ആക്സസിബിൾ ആണ്. അതൊന്നും ഉപയോഗിക്കാൻ വേറെ ബുദ്ധിമുട്ടില്ല. അപ്പം ജസ്റ്റ് ഈ കമ്പ്യൂട്ടറോ ഫോണോ അതിനകത്ത് ഈ സ്ക്രീൻ റീഡിംഗ് ടെക്നോളജി ഇനേബിൾ ആയി കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പ്രിപ്പറേഷന് മെറ്റീരിയൽ കിട്ടാനൊന്നും നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു റെക്കോർഡ് ചെയ്ത ക്ലാസ്സസ്, ഓഡിയോ ക്ലാസ്സസ് കേൾക്കുമ്പോൾ പൊതുവെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള 1-2 സ്റ്റുഡൻസ് അവര് പറഞ്ഞു ഒരു കാര്യം, ഒരു തവണ കേട്ടാൽ മതി, ഞങ്ങളുടെ മെമ്മറിയിൽ അത് പെട്ടെന്ന് കിട്ടും. ഒരുപക്ഷെ ഒരു സാധാരണ വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി സ്വാഭാവികമായിട്ട് ഞങ്ങളിലുണ്ട് എന്ന് പറയാറുണ്ട്. അത് എത്രത്തോളം വാസ്തവമുണ്ട് അതിൽ? അങ്ങനെ അതൊരു പേഴ്സണലൈസ്ഡ് സംഭവമാണ്. ഞാൻ ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്റെ ഒരു ഇതെന്ന് പറയുമ്പം ഞാൻ ടെക്സ്റ്റ് വായിക്കുവാണെങ്കിൽ കുറെ കൂടെ സ്പീഡിൽ വായിക്കും. റെക്കോർഡഡ് ക്ലാസ് എനിക്ക് ഇച്ചിരി ലാഗാണ്. അതെ, വ്യത്യാസം വരാം. അതുകൊണ്ട് ഞാൻ റെക്കോർഡഡ് ക്ലാസ് പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം ഇല്ല. മേ ബി എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള ഒരാളല്ല. ഇപ്പം എനിക്ക് പലപ്പോഴും പല പ്രാവശ്യം 2-3 പ്രാവശ്യം റിവൈസ് ചെയ്താലേ സംഭവങ്ങൾ കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ പക്ഷെ ഞാൻ ചിലപ്പോൾ കൂടുതൽ അനലിറ്റിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ടാവാം. അത് ഞാൻ അക്നോളജ് ചെയ്യണ ഒരു കാര്യം. പക്ഷെ ഫോട്ടോഗ്രാഫിക് മെമ്മറി എനിക്ക് കുറവാണ്. K2 എന്ന് വെച്ചിട്ട് എന്റെ മെമ്മറിയിൽ അങ്ങനെ നിക്കണം എന്നില്ല. അപ്പൊ അത് അതെ. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഓരോരുത്തർ എടുക്കുക, അല്ലെ? സിവിൽ സർവീസിൽ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. നമ്മളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക, നമുക്ക് പറ്റുന്ന ഒരു സ്ട്രാറ്റജി എടുക്കുക. അപ്പൊ നമുക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതാനുള്ള ഒരു അവസരമില്ല. അങ്ങനെയാണോ എഴുതിയത്? സ്വന്തമായിട്ടാണോ എഴുതിയത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഒരുപക്ഷെ അത് കേൾക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഞാൻ നോർമലി എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ കമ്പ്യൂട്ടർ വെച്ചിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് പേഴ്സണലി അതാണ് കൂടുതൽ കംഫർട്ടബിൾ. കാരണം സ്ക്രൈബ് എന്ന് പറയുമ്പം ഒരിക്കലും നമ്മൾ പറയുന്ന, നമ്മൾ ചിന്തിക്കുന്ന സ്പീഡിൽ അവർ എഴുതി എത്തണം എന്നില്ല. ഉണ്ട്. ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് കമ്പ്യൂട്ടർ വെച്ച് എഴുതണത് തന്നെയാണ്
സൗകര്യവും എനിക്ക് താല്പര്യം. ആ, പക്ഷെ UPSC തൽക്കാലം ആ ഒരു ഓപ്ഷൻ അനുവദിച്ചിട്ടില്ല. എന്റെ സമയത്ത് എനിക്കത് അത് പെർസ്യൂ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സമയം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. ഒരു പക്ഷെ ഞാൻ പറയും ഗൂഗിൾ അത് ഇത്തവണ ഗൂഗിൾ അങ്ങനെ ഒരു നടപടി ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് UPSC അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. കാരണം ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആവുന്നു തോന്നുന്നു. ഞാനിപ്പോ പറയുന്ന ഒരു കാര്യം, ഒരുപാട് പേർക്ക് അതെ, ഏതാണോ നമ്മുടെ പ്രിഫേർഡ് ഓപ്ഷൻ അത് തരണം. ഇപ്പൊ സ്ക്രൈബിനെ വെച്ച് എഴുതണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ, അതല്ല ഇങ്ങനെ ഒരു സംഭവത്തിന് നമ്മൾ വില്ലിങ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പൊ സ്ക്രൈബിനെ വെച്ച് നോർമലി നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം, നമുക്ക് സമയം കൂടുതൽ തരത്തില്ല. യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ സിവിൽ സർവീസിൽ അങ്ങനെ സമയം കൂടുതൽ അതുണ്ട്. ഇപ്പൊ സ്ക്രൈബിനെ എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. എത്ര സമയമാണ് നമുക്ക് കൂടുതൽ തരിക? അങ്ങനെ നമുക്ക് 1 മണിക്കൂറിന് 20 മിനിറ്റ് വെച്ചാണ് കൂടുതൽ തരുന്നത്. പിന്നെ സ്ക്രൈബ് അതായത് നമ്മൾ മെയിൻസിനാണെങ്കിൽ 3 മണിക്കൂറിന്റെ എക്സാമിന് നമുക്ക് 4 മണിക്കൂർ വരെ കിട്ടും. കാരണം അത് അത്രയും കിട്ടിയാലേ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ലാഗ് വരും സ്വാഭാവികമായിട്ട്. നമ്മൾ പറയുക അവരിതിനെ ഗ്രാസ്പ് ചെയ്യുക, എന്നിട്ട് അവരെഴുതുക എന്ന് പറയുമ്പം മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും. പക്ഷെ ഓരോ വാക്കിനും മൈക്രോ സെക്കൻഡിന്റെ ലാഗ് വരുമ്പം ബുദ്ധിമുട്ടാണ്. ഒന്നാമത് നമുക്ക് മെയിൻ പരീക്ഷ എഴുതാൻ സമയം കിട്ടാറില്ല പൊതുവെ. UPSC മെയിൻ പരീക്ഷയെ കുറിച്ച് പറയുന്ന തന്നെ കാര്യം തീരെക്കാൻ പറ്റില്ല എന്ന്. ഞാനൊക്കെ മെയിൻ പരീക്ഷ എഴുതിയപ്പോ ചെയ്തൊരു കാര്യമുണ്ട്. മെയിൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോ എന്റെ ഒരു അധ്യാപകൻ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ആൻസർ എഴുതി തീർത്താലും ഇല്ലെങ്കിലും ഒരു ഉത്തരത്തിന് മാർക്കിനനുസരിച്ച് ഇത്ര മിനിറ്റ് കൊടുക്കുക. എഴുതിയാലും ഇല്ലെങ്കിലും അതിനൊരു ലിമിറ്റഡ് ടൈം മുമ്പ് എഴുത്ത് നിർത്തിക്കോണം എന്ന് പറയും. അപ്പൊ ലാസ്റ്റ് മിച്ചം പിടിച്ച സമയം ഒരു 10-15 മിനിറ്റ് കിട്ടും. ഈ 15 മിനിറ്റിൽ എല്ലാം കൊണ്ടുപോയി ഒരു കൺക്ലൂഷൻ വെച്ചേക്കണം, എന്നാലേ എഴുതി തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മെയിൻ എഴുതിയ സമയത്തൊക്കെ ആ ഒരു സ്ട്രാറ്റജി പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. അപ്പൊ വീണ്ടും ഇതിലേക്ക് വരുമ്പോഴാണ് കാര്യം, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ന് സിവിൽ സർവീസിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തന്നെ നിരവധി കോളുകൾ ഒക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ വരാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പൊ ഗൂഗിൾ ഇതിലൂടെ കടന്നുപോയ വ്യക്തിയാണ്, അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഈ യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളപ്പോൾ ഈ സ്ക്രൈബിനെ കുറിച്ച് പറയുന്നത് പൊതുവെ നമ്മളുടെ ക്വാളിഫിക്കേഷനേക്കാൾ ഒരു പടി താഴ്ന്ന ആളായിരിക്കണം, അങ്ങനെയല്ലേ? അതായത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, ഡിഗ്രി തലം വരെയുള്ള ഒരാളെ സ്ക്രൈബ് ആക്കി എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയാണോ? അതെ, UPSCയുടെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പം അതായത് UPSC പറയുന്നത് ഇങ്ങനെയാണ്, ഈ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൽ കൂടാൻ പാടില്ല. അതായത് സിവിൽ സർവീസ് എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയതുകൊണ്ട് PG പാസ്സായ ഒരാളിന് നമുക്ക് പരീക്ഷ എഴുതാൻ വരാൻ പാടില്ല. അതെ, മാക്സിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആവാം. അപ്പോ അതാണ് ബേസിക് ക്രൈറ്റീരിയ. ഈ രണ്ടാമത് പൊതുവായിട്ടുള്ള ഒരു ഡൗട്ട് എല്ലാവരും പറയുന്നത്, ഈ PH1, PH2, PH3 ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് UPSCയുടെ തന്നെ നോട്ടിഫിക്കേഷനിലൊക്കെ കാണാം. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 1, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 2, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 3. ഇത് പലർക്കും കൺഫ്യൂഷനാണ്. അപ്പൊ ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിഷ്വലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ വരുമ്പോൾ ഇവര് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ഏത് കാറ്റഗറിയിലാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതെങ്ങനെയാണ്? ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ PH1, 2, 3. അല്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മളും പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളും പലപ്പോഴും ഞാൻ ഇതിൽ ഏത് കാറ്റഗറി ആണെന്നുള്ള കാര്യം മറന്നുപോകും. അത് കണ്ടുപിടിക്കാനുള്ള ഒറ്റ വഴി UPSCയുടെ നോട്ടിഫിക്കേഷൻ ഇരുന്ന് മൊത്തം വായിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി എന്റെ ഇപ്പോഴത്തെ ഓർമ്മ ശരിയാണെങ്കിൽ PH1 എന്ന് പറയുന്നത് ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡും, 2 വിഷ്വലി ഇമ്പയർഡ് ആൻഡ് ബ്ലൈൻഡും, 3 ഹാർഡ് ഓഫ് ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ഇമ്പയർഡും ആണെന്നാണ് എന്റെ ഓർമ്മ. അതൊരു എനിക്ക് ഡൗട്ട് വരുമ്പോ എല്ലാം ഞാൻ ഈ നോട്ടിഫിക്കേഷൻ എടുത്തു നോക്കും. നോട്ടിഫിക്കേഷന്റെ ആ പർട്ടിക്കുലർ പോർഷൻ എടുത്തു നോക്കും. നോട്ടിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ മുഴുവൻ പലരും വായിച്ചു നോക്കാറില്ല. 150 പേരുണ്ടല്ലോ. നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ സെക്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഡൗട്ട് വരുമ്പോ ആ സെക്ഷൻ ആ പർട്ടിക്കുലർ ഭാഗം എടുത്തു നോക്കും. ഈ സർട്ടിഫിക്കറ്റ് ആരോ തരുന്നത്? അതും പലരും ചോദിക്കാറുള്ള ഡൗട്ട്. എന്നോട് പലരും വിളിച്ചു ചോദിക്കാറുള്ള ഡൗട്ടാണ്. ഈ PH1, PH2, PH3 സർട്ടിഫിക്കറ്റ് നമ്മൾ എവിടുന്നാ ഇത് കളക്ട് ചെയ്യുക? അങ്ങനെ അത് UPSC പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സർജൻ തരുന്ന സർട്ടിഫിക്കറ്റ് മതി. അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്
നമ്മളെ നോർമൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് അവർ വെക്കാൻ പറയുന്നത്. ഓ അത് ശരി. അതെ, നമ്മളിപ്പം നമ്മുടെ നോർമലി ഇവിടെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു പോളിസി നമ്മുടെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ ആ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് UPSC ചിലപ്പോൾ അംഗീകരിച്ചെന്ന് വരില്ല. ഓ അത് ശരി. അവരുടെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഒരു ഫോം ഉണ്ട്. ആ ഫോമിനകത്ത് ഒരു സർജന്റെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സർജന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ളതാണ്. അത് നമ്മൾ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ ബാക്കി നമ്മൾ ഈ ലെവലെല്ലാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ നോർമൽ മെഡിക്കലിന്റെ ഭാഗമായിട്ട് അവരൊരു മെഡിക്കൽ കണ്ടക്ട് ചെയ്യും. അപ്പം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് പറയുന്ന കാര്യം അതുമായിട്ട് കോൺഫ്ലിക്റ്റ് വരാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ പെർസെന്റേജ് ഓഫ് ഡിസബിലിറ്റി ഒക്കെ അവര് അവസാനം ചെക്ക് ചെയ്യും. മെഡിക്കൽ നമുക്കൊരു പ്രത്യേക സെഷൻ ഉണ്ട്. അതായത് ഈ നോർമൽ ചെക്കപ്പ്, നോർമൽ മെഡിക്കൽ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഡിസബിലിറ്റിയുടെ മാത്രമായിട്ട് അവര് വിളിപ്പിക്കും. അപ്പൊ അവരത് ചെക്ക് ചെയ്യും. അപ്പം ഇവിടെ പറയുന്നതും, അതായത് എന്റെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഡോണ്ട് എക്സാജറേറ്റ്. സത്യസന്ധമായിട്ട് പോയില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ട്. അതായത് അതിലൊരു മാനിപ്പുലേഷനും പാടില്ല, വളരെ സത്യസന്ധമായ രീതിയിൽ അല്ലേ. അത് മാത്രമല്ല ഈ മെഡിക്കല്, ഞാനും ഒക്കെ അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ മെഡിക്കൽ എനിക്ക് തോന്നുന്നു പലരും ലാഘവത്തോടു കൂടി കരുതും. ഒരു ഫുൾ ഡേ രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാല്, ഞാൻ UPSC ഇന്റർവ്യൂ കഴിഞ്ഞ് മെഡിക്കലിന് പോയ ദിവസം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രാവിലെ ഒരു 8:30 ആയപ്പോ ഓൾഡ് ഡൽഹിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു വന്നപ്പോ ഓരോ അടുത്തുനിന്ന് കയറും ഇറങ്ങും, അടുത്തടുത്തോട്ട് പോകും, അടുത്ത ഡോക്ടറുടെ അടുത്ത് പോകും. അവസാനം കയറി ഇറങ്ങി വന്നപ്പോ വൈകുന്നേരം ആയി. അത്രയും ഫുഡൊന്നും കഴിക്കാതെ പോകും. അപ്പം അതെ, വലിയ പാടാണ്. ആരും പരിചയമില്ലാത്ത സ്ഥലങ്ങളില് പോയിട്ട് പിന്നെ ആകെപ്പാടെ ഒരു സന്തോഷം തോന്നി. അവിടെ മലയാളികളായിട്ടുള്ള ധാരാളം നഴ്സുമാരുണ്ടായിരുന്നു. അപ്പൊ അവര് കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോ ഒരു അറ്റ്ലീസ്റ്റ് നമ്മളോട് മലയാളത്തിൽ സംസാരിക്കാനെങ്കിലും ശ്രമിക്കുമല്ലോ. അതാണ് ഒരു സന്തോഷം. അപ്പൊ ഈ ഒരു വലിയ യാത്ര ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും ഇപ്പൊ ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളോടൊക്കെ പറയും, ഗൂഗിളിന് സർവീസിൽ എത്താമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അയക്കൂടാ? അതാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ ഗൂഗിൾ ഒരു ട്രെൻഡ് സെറ്ററായി മാറിയിരിക്കുകയാണ്. അത് ഒരു കഠിനാധ്വാനത്തിന്റെ കൂടി വിജയമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നേട്ടങ്ങൾ നേടിയെടുത്താലും അത് തീർച്ചയായിട്ടും കഠിനാധ്വാനം തന്നെയാണ്. അപ്പോൾ ആ ഒരു കഠിനാധ്വാനം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട എന്തൊക്കെ ഘടകങ്ങളാണ് ഈ വിജയത്തിന് സഹായിച്ചതെന്നാണ് കരുതുന്നത്? കഠിനാധ്വാനമാണോ, ഹാർഡ് വർക്ക് ആണോ, പെർസിസ്റ്റൻസ് ആണോ, എന്തായിരുന്നു സഹായിച്ചു? ഒരു ദിവസം എത്ര മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു? അങ്ങനെ ഒരു ഷെഡ്യൂള്, ഇപ്പൊ എന്റെ പ്രശ്നം അങ്ങനെ ഒരു ഷെഡ്യൂള് കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം ഇതുപോലെ ഇപ്പം എന്റെ പ്രിലിംസ് നടക്കുന്നത് എന്റെ PG എക്സാം കഴിഞ്ഞിട്ട് ജസ്റ്റ് 2 ദിവസത്തിനിപ്പുറമാണ്. ഇപ്പം കോളേജിലാണെങ്കിലും കോളേജില് വെറും അക്കാഡമിക്സ് മാത്രമല്ല, ഒരുപാട് കാര്യത്തിൽ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ 2019 തന്നെയാണ് നാഷണൽ ഇന്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലൊക്കെ പോയത്. അപ്പൊ അതിന്റെ കുറെ ഡിബേറ്റ് ആണ്, ഐറ്റം ഡിബേറ്റ് ആണ്. അപ്പം അങ്ങനെ അതുമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ സമയം കുറച്ച് കിട്ടാറുള്ളൂ. അപ്പൊ പിന്നെ വീട്ടിൽ വന്നിട്ട് സിവിൽ സർവീസിന് വേണ്ടി ഇത്ര സമയം മാറ്റി വെക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. സമയം കിട്ടുമ്പോൾ ഞാൻ കൂടുതൽ വായിക്കും. ഇപ്പൊ വീട്ടിൽ സമയം കിട്ടുമ്പോൾ കൂടുതൽ വായിക്കും. അല്ലാതെ ഇപ്പം കറക്റ്റ് എനിക്കിപ്പോ ഞാൻ സിവിൽ സർവീസിന് വേണ്ടി ദിവസം 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാറ്റി വെക്കും എന്ന് പറഞ്ഞ് ഒന്നും അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കാര്യം മാത്രം വളരെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. എത്ര സമയമില്ലെങ്കിലും അന്നന്നത്തെ പത്രം വായിച്ച് തീർക്കുമായിരുന്നു. അത് പണ്ടേ ഉള്ളൊരു ശീലമാണ്. കുറെ മുമ്പേ ഉള്ളൊരു, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു +2 സമയത്തെ ഉള്ളൊരു ശീലമാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യും. അല്ലാതെ ഇന്ന് അത് വലിയൊരു പോയിന്റ് ആണ് പറഞ്ഞത് കേട്ടോ. കാരണം ഇന്ന് ഒത്തിരി കുട്ടികള് ഈ പത്രം വായന നിർത്തിയിട്ട് എന്ത് ഈ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഓരോ നോട്ടൊക്കെ കിട്ടുമല്ലോ, അപ്പൊ ആ നോട്ട് മാത്രം വായിക്കും. അപ്പൊ ഈ കുട്ടികളോട് പലവട്ടം പറയാം അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ പത്രം വായിച്ചാൽ മാത്രമേ നിങ്ങളുടെ അനലറ്റിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇവര് കേൾക്കൂല. ഇവരിത് തന്നെ നോക്കും. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഗൂഗിൾ പറഞ്ഞു ഞാൻ വളരെ കുറച്ച് സമയം പ്രിപ്പയർ ചെയ്തിട്ട് പോലും ഞാൻ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പത്രം വായനയിലൂടെ അല്ലെങ്കിൽ നിരന്തരം കോളേജിൽ ഡിബേറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ ഒക്കെ നേടിയെടുത്ത ഒരു അനലറ്റിക്കൽ സ്കില്ലുണ്ട്. അത് തന്നെയായിരിക്കാം തീർച്ചയായിട്ടും ആ ഉത്തരങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവന്നത്. അത് തന്നെ വിജയത്തിന് അല്ലെ. അതെ, ഈ പത്രം വായന എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം, ഞാൻ ഇപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തില്ല എന്ന് പറയുമ്പോഴും ഈ സിലബസ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതും തുടങ്ങണത് ഇത് പറഞ്ഞതുപോലെ
ഉം. കോളേജിൽ ചെല്ലുമ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ഇയർ ഒക്കെ ചെല്ലുമ്പം ഡിബേറ്റിൽ നമ്മൾ ഭയങ്കര ഡെഫിഷ്യൻ്റ് ആണ്. കാരണം വളരെ സീനിയർ ആൾക്കാരാണ് പി ജിക്കാരും അതുപോലെ എംഫില്ലുകാരുമായിട്ടാണ് നമ്മൾ ഡിബേറ്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം വളരെ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പം ഞാൻ നോക്കുമ്പം ഏറ്റവും നല്ല സോഴ്സ് UPSCയുടെ ഈ ടെക്സ്റ്റ് ബുക്സ്. ഇപ്പം ഇതൊക്കെയാണല്ലോ ഓ ഡിബേറ്റിന് വരുന്നത്. ഈ ഹിസ്റ്ററി, അതെ പൊളിറ്റി, അതെ കറണ്ട് അഫയേഴ്സ്, ആ ഈ സാധനങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയേണ്ടി വരുന്നത്. ആ അങ്ങനെയാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത്. അപ്പൊ ആ ഈ നമ്മൾ ഈ റെഫറൻസ് ആയിട്ട് പറയുന്ന ടെക്സ്റ്റ് എല്ലാം ഞാൻ പലപ്പോഴായിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പക്ഷെ തന്നെ ഉണ്ട്. ആ അതെ, മുൻപ് തന്നെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആ പക്ഷെ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടല്ല. ആ പിന്നെ അതുപോലെ മനസ്സിലായി. പത്രം ഉം, വളരെ പത്രം വായന ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പം ഉം, ഉം. എന്താണ് ഒരു നമ്മൾ ഈ ഇതിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും ഏതെങ്കിലും പോയിന്റിൽ പത്രത്തിൽ വന്നതായിരിക്കും. ഉറപ്പായിട്ടും 100%. അപ്പം അപ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഡിബേറ്റ് ചെയ്യുന്നതിന്റെ, അതായത് ആ ഒരു ടോപ്പിക് എലക്യൂഷനും ഡിബേറ്റും ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മുമ്പ് ഒരു ടോപ്പിക്ക് കിട്ടും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്താണ് പറയുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അവര് പറയുന്ന ആർഗ്യുമെന്റിന് തിരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫെൻസ് അല്ലെങ്കിൽ അതിനൊരു ഒഫൻസ് നമ്മളൊരു 2-3 സെക്കൻഡിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത് പറയേണ്ടി വരും. അപ്പൊ അതും മെയിൻസ് ഒക്കെ എഴുതാൻ പോകുമ്പോൾ മെയിൻസിനും അതെ ഇന്റർവ്യൂവിനും അതെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻ കിട്ടുക, ജസ്റ്റ് ഒരു 5-6 സെക്കൻഡ് ചിന്തിച്ചിട്ട് ആർഗ്യുമെന്റോടുകൂടി നമ്മുടെ ആൻസർ മുമ്പോട്ട് വെക്കുക എന്ന് പറയുമ്പം ആ ചെയ്തുള്ള പരിചയം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു, എനിക്ക് തോന്നുന്നു ഈ സിവിൽ സർവീസിൽ വന്ന കുറെ ആളുകൾ അവരുടെ പശ്ചാത്തലം നോക്കുമ്പോൾ ഇപ്പൊ ലിബിൻ രാജ്, അദ്ദേഹം ഡിബേറ്റ് സ്ഥിരം പോകുന്ന കാര്യം പറയായിരുന്നു. ജ്യോതിസ് സ്ഥിരം ഡിബേറ്റിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പറയുമായിരുന്നു അല്ലെ. അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിൽ സഹായകരമാകുന്നു. അപ്പൊ ഇനി കടന്നു വരുന്ന തലമുറയിലുള്ള ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള മാതാപിതാക്കളും ഒക്കെ കാണുന്നുണ്ട്. അവരുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് കൂടിയാണ് ഇത്തരം ഡിബേറ്റിംഗ് ക്ലബ്ബുകളിലൊക്കെ സജീവമാവുക. പത്രം നോർമലി എത്ര സമയം എടുത്താണ് വായിച്ചിരുന്നത്? ഹിന്ദു പത്രം വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് എത്ര സമയം എടുക്കുമായിരുന്നു? തുടക്കത്തിൽ കൂടുതൽ സമയം എടുക്കുമായിരുന്നു. പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഹിന്ദുവിന്റെ വായിച്ച നമുക്ക് മിക്കവാറും സാധനമെല്ലാം നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പോകും. അതെ, ഒന്നും മനസ്സിലാവില്ല അല്ലെ ആദ്യ കാലഘട്ടത്തിൽ. ഇല്ല, എന്നാലും നിർത്തില്ല, വായിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. തുടക്കത്തിലൊക്കെ സമയം എടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിലും പത്രം, അതായത് ഒരു കാര്യം നമുക്ക് ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് അറിയാം, എന്താണ് ഇമ്പോർട്ടന്റ്, എന്ത് സ്കിപ്പ് ചെയ്യാം, എന്ത് വായിക്കണം എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും മെയിൻ സംഭവം. ഒരു പത്രം കിട്ടുമ്പോൾ അത് അരിച്ചു പെറുക്കിയിരുന്ന് വായിക്കാതെ എന്ത് വായിക്കണം എന്ത് വായിക്കണ്ട എന്നുള്ള അറിവ് ഒരു 2-3-4 വർഷമായിട്ട് അത് ഇൻസ്റ്റിങ്ക്റ്റീവായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 30% ഒക്കെ മാക്സിമം വായിച്ചാൽ മതി ഹിന്ദുവില്, സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ ബാക്കി നമ്മൾ നമ്മുടെ താല്പര്യം കൊണ്ട് വായിക്കണതായിരിക്കും. ഇപ്പം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്സിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വായിക്കും, അല്ലെങ്കിൽ സ്പോർട്സ് താല്പര്യം ഉള്ളതുകൊണ്ട് അത് വായിക്കും എന്നല്ലാതെ 30% ഒക്കെ ധാരാളം മതി. അപ്പോ അത് അപ്പൊ അറിയുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പം അല്പം ഒരു 35-40 മിനിറ്റ്സ് കിട്ടിയാലും പത്രം സ്പീഡിൽ അത്രയും ചിലപ്പോൾ വേണമെന്ന് വരും. അതെ, പലപ്പോഴും കോളേജിലോട്ട് പോണ വഴിക്ക് വായിക്കുമായിരുന്നു. അതായത് ഇത് പ്രത്യേകിച്ചും ഞാനിങ്ങനെ ഫോണിൽ കേൾക്കണതായതുകൊണ്ട് ബൈക്കിലിരുന്നാലും ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. എവിടെയാ പഠിച്ചത്? ഏത് കോളേജിലാണ് പഠിച്ചത്? അറിവാനിയസ് കോളേജിലായിരുന്നു. ഡിഗ്രിയും PGയും. PhD ചെയ്യുന്നത് ക്യാമ്പസിലാണ്. മുള്ളൻകുഴി അച്ഛൻ പ്രിൻസിപ്പൽ ആയിട്ടുണ്ടായിരുന്നു അല്ലേ തൊട്ട് മുമ്പ്? ജിജി എന്ന് പറഞ്ഞൊരു അച്ഛൻ. മനസ്സിലായി. ഞാൻ ചെന്നപ്പോ ഫാദറായിരുന്നു. അതെ, അച്ഛൻ മാറിയിട്ട് തോന്നുന്നു. അച്ഛൻ എന്റെ അധ്യാപകനായിരുന്നു. ചങ്ങനാശ്ശേരി SB കോളേജില് എന്റെ അധ്യാപകനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫാദർ മാത്സ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അവിടെ തന്നെ ഉണ്ട് അല്ലേ? അപ്പോ ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഡ്രീം എപ്പോഴാണ് മനസ്സിലേക്ക് കടന്നു വന്നത്? ഏത് സമയത്താണ്? ഇത് ഒരു 2018 സമയത്താണ് ഞാനിത് സീരിയസ് ആയിട്ട് ചിന്തിക്കണത്. നമ്മുടെ ഈ ഒരു വളരെ അടുത്താണ് ഡ്രീം. അതെ, അല്ലാതെ ഞാനങ്ങനെ സിവിൽ സർവീസിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ മോസ്റ്റ്ലി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാത്തുള്ളൊരു രീതിക്ക് പോകുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും കൈൻഡ് ഓഫ് അങ്ങനെയാണ്. അല്ലാതെ വളരെ അത്രയ്ക്ക് ദീർഘകാലത്തെ പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല. അപ്പം ഒരു 2018 സമയത്ത് ഈ നമ്മളെ ഫ്ലഡ്സിന്റെ സമയത്താണ് ഈ ചിന്തിക്കണത് സീരിയസ് ആയിട്ട്. മനസ്സിലേക്ക് കയറി വരുന്നത്. അതെ, ഈ നമ്മുടെ കുറെ
സിവിൽ സർവൻസിന്റെ നല്ല വർക്ക് കണ്ടപ്പോഴാണ്, അതിൽ കുറെ പേരുമായിട്ട് കുറച്ച് പേരുമായിട്ടൊക്കെ നേരിട്ട് ഇടപെടാനും പറ്റിയപ്പോഴാണ്, അവർക്ക് എന്തുമാത്രം ചെയ്യാം എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് ഇത്രയും പബ്ലിക് ഒപ്പീനിയനെ ഷേപ്പ് ചെയ്യാൻ പറ്റും, ഇത്രയും ആൾക്കാരെ ആൾക്കാരെ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറക്കാൻ, ഒരു വോളണ്ടിയറിംഗ് വർക്കിലേക്ക് ഇറക്കാൻ പറ്റും, എന്തുമാത്രം ആൾക്കാരുടെ പെർസെപ്ഷൻസിനെ ഷേപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാവുമ്പോഴാണ് ഇത് എനിക്ക് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു തോന്നൽ വരുന്നത്. അന്ന് വോളണ്ടിയർ വർക്ക് ചെയ്തിരുന്നോ? ഈ 2018 ഫ്ലഡിന്റെ സമയത്ത് വോളണ്ടിയർ വർക്ക് ചെയ്തിരുന്നോ എന്തെങ്കിലും? അതെ, ആ സമയത്ത് അതില് ഉണ്ടായിരുന്നു, വോളണ്ടിയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഈ പറഞ്ഞ ഓഫീസേഴ്സിന്റെ പേര് ആരുടെയും അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ടോ? കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത ഓഫീസേഴ്സ് അങ്ങനെ? അത് അല്ല, ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഓരോ ആളുകളും പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം തീർച്ചയായിട്ടും വളരെ പ്രസക്തി, ഇപ്പൊ ചില ഓഫീസേഴ്സ് ചില സമയത്ത് ചെയ്യുന്ന, ഇപ്പം ഇവിടെ തന്നെ അന്ന് വാസുകി മാഡം കളക്ടർ ആയിരുന്നു, അപ്പം മാഡത്തിന്റെ കുറെ ഇനിഷ്യേറ്റീവ്സ്, അതുപോലെ പലയിടത്തും നമ്മള് മാഡമായിട്ടാണ് നേരിട്ട് ഒരു ഇടപെടൽ വന്നിട്ടുള്ളത്. ബാക്കിയും പലയിടത്തും പല ആൾക്കാരും ആ സമയത്ത് ഇവിടെ ഉള്ള സിവിൽ സർവൻസ് എല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ തിരുവനന്തപുരത്ത് നമ്മുടെ ആ വഴുതക്കാട് അതിന്റെ കോളേജ് ഉണ്ടല്ലോ, കോളേജിലെ ക്യാമ്പില് രാത്രി അതിന്റെ ഒരു സമയം ഞങ്ങൾ രണ്ടുകൂടെ അവിടെ ചെന്നപ്പോ രാത്രി 2 മണി 2:30 സമയത്ത് വളരെ ലൈവായിട്ട് മേഡം ഒക്കെ ഡൈനാമിക് ആയിട്ട് നിൽക്കുകയും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണുവാനിടയായി. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. ഒരുപക്ഷെ 2 വർഷം മുമ്പ് ഒരു സിവിൽ സർവന്റിന്റെ പ്രവർത്തനം ഇന്ന് ഗോകുലിനെ ഒരു സിവിൽ സർവന്റ് ആക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് ഗോകുലിന്റെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന നിരവധി ആളുകൾ ഒരുപക്ഷെ നാളുകളിൽ എനിക്ക് സിവിൽ സർവീസിലേക്ക് വരണം, കാരണം സിവിൽ സർവന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമാവുകയാണ്. ഇത് കിട്ടുന്ന അധികാരമോ അല്ലെങ്കിൽ കൊടിവെച്ച കാറോ ഒന്നുമല്ല പ്രധാനപ്പെട്ട, അല്ലെ? ഒരു ഫേസ്ലെസ് സർവീസിലേക്ക് വരുന്നു, ഒരു നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമാകുന്നു, പോസിറ്റീവായിട്ട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്നു. അതാണ് എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിലേക്ക് ഏറ്റവും ഒരു ചാമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് സമൂഹത്തെ പോസിറ്റീവ് ആക്കാം. നമ്മുടെ രാജ്യത്തെ, പലരും രാജ്യത്തെ കുറ്റം പറയും എപ്പോഴും, ഇന്ത്യയിൽ ഇങ്ങനെയാണ്, ബാക്കി സ്ഥലങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ നമ്മൾ ഇടപെട്ടാലല്ലേ മാറ്റങ്ങൾ കടന്നു വരികയുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോടെ, രാഷ്ട്രീയത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യമെടുത്താൽ അവിടുത്തെ പ്രസിഡന്റ് പദവിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളുടെ ചരിത്രം എടുത്താൽ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയെ ഭരിച്ച വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾക്ക് രാഷ്ട്രീയം അല്ലെ സിവിൽ സർവീസ് എല്ലാ മേഖലകളിലും അവര് കടന്നു വരണം, അല്ലെ? അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് എന്തെങ്കിലും ഉണ്ടോ? ഒരു പൊതുവായിട്ട് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മളെ നോക്കിക്കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു? തീർച്ചയായിട്ടും. ഇപ്പം എന്ന് പറയുമ്പം ഒരു കാര്യം പലപ്പോഴും അത് പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഡിസബിലിറ്റിയുമായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അതുപോലത്തെ ഒരു മിനിസ്ട്രിയിൽ അങ്ങനെയുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാള് വന്നാൽ ആയിരിക്കും അവർക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പം കഴിഞ്ഞ ജനറൽ ഇലക്ഷന്റെ സമയത്ത് അതോ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇപ്പം ഈ പാരാ അത്ലറ്റ് ആയിരുന്ന ഐ തിങ്ക് ദീപ കർമാക്കർ, ഷീ ജോയിൻഡ് എ പൊളിറ്റിക്കൽ പാർട്ടി. അപ്പം അന്ന് ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു കാര്യമാണ്, ഓക്കെ ജോയിൻ ചെയ്തു, പക്ഷെ അവര് നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു അങ്ങ് ആവുന്ന ദിവസം ദാറ്റ് വിൽ ബി ദ ഡേ ഓഫ് ചേഞ്ച് എന്ന് ഞാൻ ഇതുപോലെ എഴുതിയിട്ടതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത് തന്നെയാണ് സംഭവം. അതായത് കുറെ മുൻപ് വരെ നമ്മുടെ പ്രയോറിറ്റീസ് ഡിഫറെന്റ് ആയിരുന്നപ്പം നമ്മൾ ഉള്ള ടാലന്റിനെ കാണാതെ പോകും. പക്ഷെ ടാലന്റിന് അവസരം കിട്ടുക ഇപ്പം പലപ്പോഴും ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം 2000സിന്റെ ആദ്യത്തെ ഡെക്കേഡിലുള്ളതിലും ഒരുപാട് പോസിറ്റീവാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം എനിക്ക് തോന്നുന്നത് കമ്മിങ് ഡേയ്സ് കൂടുതൽ പോസിറ്റീവ് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം പല ഓർഗനൈസേഷൻസും പല പൊളിറ്റിക്കൽ പാർട്ടീസും ഈ ഒരു ഇടം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം പല പാർട്ടീസിനും ട്രാൻസ് പീപ്പിളിന്റെ വിങ് ഉണ്ട്. അതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു ട്രാൻസ് പേഴ്സൺ
ചുമതല ഏറ്റെടുത്ത് നമ്മൾ കുറച്ചു നാൾ മുമ്പ് കണ്ടു. അപ്പൊ ഒരിടത്ത് മാറ്റം വരുമ്പോ ആ മാറ്റം ഒരു അവലാഞ്ച് പോലെ എല്ലാവർക്കും അത് ചെയ്തേ പറ്റൂ എന്നുള്ള സ്ഥിതി വരും. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടനിലെ കൊലപാതകികളെയും തെമ്മാടികളെയും ഒക്കെ കയറ്റി അയച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഇത്തരത്തിലൊരു വികസിത രാഷ്ട്രമായി മാറി, അല്ലെങ്കിൽ എങ്ങനെ ലോകത്തിന്റെ നേതൃനിരയിലേക്ക് കടന്നു വന്നു എന്നതിനെ കുറിച്ചൊരു മാനേജ്മെന്റ് പഠനം നടന്നു. അന്ന് ആ പഠനം കൺക്ലൂഡ് ചെയ്തത് ഇപ്രകാരമാണ്: അമേരിക്കയിലെ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ, 2 കാലില്ലാത്ത വ്യക്തി മൗണ്ട് എവറസ്റ്റ് എങ്ങനെ കീഴടക്കി, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി മാസീവ് സക്സസിലേക്ക് എങ്ങനെ കടന്നു വന്നു, ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലെ വാർത്തകൾ നോക്കുകയാണെങ്കിൽ പത്രത്തിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന മുഖ്യധാരാ വാർത്തകൾ എന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവായ വാർത്തകളാണ്. അതിന്റെ ഒരുപക്ഷെ ആർക്കും ഒരു ഗുണവുമില്ലാത്ത വാർത്തകൾ. ഇത് സെൻസേഷണലൈസ് ചെയ്യുക, ഇത്തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസിനെ പലപ്പോഴും പുറകോട്ട് തള്ളുക. ഇത്തരത്തിലുള്ള പോസിറ്റീവ് സ്റ്റോറീസ് മുൻപോട്ടേക്ക് വരുമ്പോൾ അത് അനേകായിരങ്ങളെ പ്രചോദിപ്പിക്കും. അവരുടെ വഴികളിലൂടെ താണ്ടുവാൻ പിന്നീടും അനേകം ആളുകൾ കടന്നു വരും, അല്ലെ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നേട്ടങ്ങളിലേക്ക് ഒക്കെ കടന്നു വരുമ്പോൾ ഒരു പോസിറ്റീവ് റീഡിങ്ങിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ കൂടുതലായി ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും. എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അതായത് പല ആൾക്കാർക്കും പലപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവും ഉണ്ടെങ്കിലും ഈ ഒരു മോട്ടിവേഷന്റെ അല്ലെങ്കിൽ ആ ഒരു I too can be successful എന്നുള്ള ഒരു ധാരണ ഉണ്ടാവാത്തതാണ് പ്രശ്നം. അപ്പോ ഉറപ്പായിട്ടും അങ്ങനെയാണ്. കാരണം ഇത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് സ്റ്റോറീസ്, പോസിറ്റീവ് കാര്യങ്ങൾ കൂടുതൽ അറിയേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. ബിക്കോസ് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങളാണ്. ഒന്നാമത്, ഈ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അയ്യോ എന്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതി. നമ്മൾ പലപ്പോഴും ചുറ്റും നോക്കാനും ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ കാണാനും ഒക്കെ മറന്നു പോകും. ഭയങ്കര സെൽഫ് സെന്റേർഡ് ആണ് നമ്മൾ. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോറീസ് വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഉറപ്പായിട്ടും വരുന്ന ഒരു കാര്യമാണ് ദ സ്ട്രഗിൾസ് ത്രൂ വിച്ച് ദോസ് പീപ്പിൾ ഹാഡ് ടു ഗോ ത്രൂ. എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അവര് ഈ ഒരു അവരെത്തിയ പൊസിഷനിൽ എത്തിയത് എന്നുള്ള കാര്യം. അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് ഇതാണ്. ഇപ്പം എനിക്കൊന്നും സത്യത്തില് ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാർ ചുറ്റുമുണ്ട്. അപ്പൊ പിന്നെ എനിക്കിതൊക്കെ ചെയ്യാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട്? എന്തുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? അതെ. അപ്പം അതാണ് വലിയൊരു പോയിന്റാണ്. പിന്നെ ഇത് പറഞ്ഞു വന്നപ്പോ നമ്മൾ ഈ അഭിമുഖം തുടങ്ങിയപ്പോൾ ഗൂഗിൾ പറഞ്ഞൊരു കാര്യമുണ്ട്: പലപ്പോഴും ഞാൻ തിരസ്കരണങ്ങൾ നേരിട്ടു, പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് കൂട്ടായി എൻ്റെ ഒപ്പം ചങ്കൂറ്റത്തോടെ നിൽക്കാൻ എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയല്ലേ? പലപ്പോഴും അവര് പറയുമോ നിന്നെ കൊണ്ട് ഇതിന് പറ്റില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു നെഗറ്റിവിറ്റി കുടുംബങ്ങളിൽ നിന്ന് തന്നെ മാറേണ്ടതല്ലേ? കാരണം ഞാൻ ഇത് പറയാനുള്ള കാര്യം, പലപ്പോഴും ധാരാളം കുട്ടികൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ധാരാളം കുട്ടികൾ വിളിക്കാറുണ്ട്. അവർ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ സ്വപ്നത്തെക്കുറിച്ച്, IAS എന്ന സ്വപ്നത്തെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കളോട് പറയുമ്പോൾ നിന്നെ കൊണ്ട് ഇതിന് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഒരുപക്ഷെ ആ മാതാപിതാക്കളുടെ ഒരു ആറ്റിറ്റ്യൂഡും സ്വാഭാവികമായിട്ടും മാറേണ്ടതല്ലേ? ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള മാതാപിതാക്കളുടെ ഒരു മനോഭാവം മാറേണ്ടതില്ല? അവരെ വേറിട്ട് കാണാതെ നിങ്ങളെ കൊണ്ട് പലതും പറ്റും എന്ന് പറയുകയല്ലേ വേണ്ടത്? അതെ. ഇത് വീണ്ടും 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറയുമ്പം ഇതാണ്, പറ്റില്ല എന്ന് ഓൾറെഡി അങ്ങ് അസ്യൂം ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ താല്പര്യം കാണും. പക്ഷെ ഇവര് ഈ ഒരു ഡിസബിലിറ്റിയുടെ ഡിപ്രഷനിൽ പെട്ടിട്ട് ആ ഫേസിൽ നിന്ന് പുറത്തു വരത്തില്ല. അപ്പൊ ആ ഡിപ്രഷനിൽ തന്നെ നിൽക്കണ കാരണം ഒന്നും മുമ്പോട്ട് പോകത്തില്ല. അത് മാത്രമല്ല, പലപ്പോഴും എന്തോ ഇത് ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടാവണില്ല. രണ്ടും ഈക്വലി പ്രശ്നമാണ്. ഇപ്പം എനിക്ക് പേഴ്സണലി ഉള്ളതെന്ന് പറയുമ്പം, നമ്മൾ ഒരു കാര്യം പറയുമ്പം എന്നോട് പറ്റില്ല എന്ന് പറയൂല. മോസ്റ്റ്ലി പറയണത് നമുക്ക് ചെയ്യാം, പറ്റുന്നിടത്തോളം നമുക്ക് ചെയ്യാം.
വെരി ഗുഡ്. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജം അച്ഛനും അമ്മയും തരുന്നുണ്ട്. അതെ. അപ്പൊ പിന്നെ അത്രയും ആവുമ്പം നമുക്ക് വേറെ കുഴപ്പമില്ല, നമുക്ക് പിന്നെ പിറകോട്ട് നോക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻ എവറിത്തിങ്. ഇപ്പം ഒരു ഇതുപോലൊരു അക്കാഡമിക് എക്സസൈസിൽ മുതല് നമ്മൾ ഒരു മൗണ്ടനിയറിങ്ങിന് പോയാ വരെ എല്ലാ കാര്യത്തിലും ടിൽ ദി എൻഡ് ഇപ്പൊ ഞാൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദേ വിൽ ബി ബിഹൈൻഡ് മീ. എത്ര ഏതുവരെയും ഉറപ്പായിട്ടും കൂടെ നിൽക്കും ഉണ്ടെന്നുള്ള ഒരു ബോധ്യം അല്ലേ? അതാണ് പലപ്പോഴും വലിയ വിജയികളെ. ഞാനത് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായിട്ട് സിവിൽ സർവീസ് കോച്ചിങ് രംഗത്തൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് വിജയങ്ങൾ കാണുമ്പോൾ ഞാൻ പറയും, ആ വിജയങ്ങൾ സത്യത്തിൽ ആ വിദ്യാർത്ഥികൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. അവരുടെ അച്ഛനും അമ്മയും ഉണ്ട്. പലപ്പോഴും ലീവ് എടുത്തും കഷ്ടപ്പെട്ടും ഒക്കെ അവര് എരിഞ്ഞില്ലാതായപ്പോഴാണ് ഒരുപക്ഷെ ആ ഒരു വിജയം അവിടെ കിടന്നു വന്നത്. ഗൂഗിൾ അംഗീകരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടാകണമെന്ന് പറയും. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് വരാത്തതിനൊരു കാരണം ഇതൊക്കെ ഒരുപാട് പൈസ ചെലവുള്ള ഏർപ്പാടാണ്. ഒരുപാട് പൈസ ഇതിന് വേണം. എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യം, ഇന്ന് ഗവൺമെന്റിന്റെ ധാരാളം സ്കീംസ് ഉണ്ട്. പ്രത്യേകിച്ചും പ്രിലിമിനറി കോച്ചിങ്ങിന് വേണ്ടി പ്രിലിമിനറി പാസ്സായാൽ അങ്ങനെയുള്ള സ്കീംസിനെ കുറിച്ച് ഏതെങ്കിലും അറിവുണ്ടോ? ഉണ്ടെങ്കിൽ അത്തരം സ്കീംസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 ലക്ഷം 1.25 ലക്ഷം രൂപ വരെയൊക്കെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഏതൊക്കെയോ സ്കീമുകളിൽ ലഭ്യമാണ് എന്നാണ്. അത്തരത്തിലുള്ള സ്കീമുകളെ കുറിച്ച് അറിവുണ്ട് എങ്കിൽ അതൊരു പക്ഷെ പങ്കുവെക്കുകയാണ് എങ്കിൽ ഈ മേഖലകളിലേക്കൊക്കെ കടന്നു വരാൻ സാധിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രചോദനമായേക്കും തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ പേഴ്സണലി എനിക്ക് അതിനെക്കുറിച്ചൊന്നും അതായത് അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല ബേസിക്കലി. ഇപ്പം അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഉണ്ടാവണം, ബിക്കോസ് സ്കീംസ് ഉറപ്പായിട്ട് ഉണ്ടാവും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും അതെ, കഴിഞ്ഞ 2, 3, 4 വർഷമായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം സ്കീംസ് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി ഒന്നും നോക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോ അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ തരാൻ അറിയത്തില്ല എന്നുള്ളതാണ്. ഞാനത് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഈ വർഷം സർവീസ് കിട്ടിയ ഒരു ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൈനോറിറ്റീസിന് വേണ്ടി ഒരു സ്കീം, ഉഡാൻ എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ട്. ഓൾമോസ്റ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി പെട്ടവർക്ക് 1 ലക്ഷം രൂപ വരെ കിട്ടും പ്രിലിം പാസ്സായി കഴിഞ്ഞാൽ. ഇത് പലർക്കും അറിയില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ആരും എന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഏതാണ്ട് 1 ലാഖോ 1.25 ലാക്സോ വരെ ഫിനാൻഷ്യൽ എയ്ഡ് കിട്ടുന്ന ഗവൺമെന്റ് ഒരു സ്കീമുണ്ട്. എനിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ അറിയാമല്ലോ. ഈ മേഖലകളിലേക്കൊക്കെ എന്റെ ഒരു വലിയൊരു പദ്ധതിയായിരുന്നു, എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു പദ്ധതിയാണ്. അടുത്ത വർഷം ഞാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് റൈസിംഗ് 40. റൈസിംഗ് 40 എന്ന് ഉദ്ദേശിക്കുന്ന 40 വിദ്യാർത്ഥികളെ 1 രൂപ പോലും അവരുടെ നിന്ന് ഫീസ് വാങ്ങാതെ സിവിൽ സർവീസിൽ എത്തിക്കുക. അതും ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഡ്രീം എനിക്കുണ്ട്. ആ 40 പേരിൽ കുറഞ്ഞത് ഒരു 15 പേരെങ്കിലും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണോ എന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി ഉണ്ടാകണമെങ്കിൽ അവിടെ എല്ലാവരും കടന്നു വരണം. പ്രത്യേകിച്ചും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ധാരാളം ആളുകൾ കടന്നു വരണം. ഗോകുലിനെ പോലെയുള്ള ആളുകൾ കടന്നു വരണം. അപ്പൊ ഗോകുലിൽ കടന്നു വന്ന കാലഘട്ടത്തിൽ, അതിന് മുമ്പേ കടന്നു വന്ന ചില ഓഫീസേഴ്സ് ഉണ്ടല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് തന്നെ അസിസ്റ്റന്റ് കളക്ടർ ആയിട്ടുണ്ടായിരുന്ന പ്രജ്ഞാൽ പാട്ടീൽ വിഷ്വലി ഇംപെയർഡ് ആയിരുന്നു. അതുപോലെ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ആദ്യമായി കടന്നു വന്ന ബെനോ സെഫിന്റെ ഒരു ഇന്റർവ്യൂ രാജ്ദീപ് സർദേശായി അദ്ദേഹം നടത്തിയത് കണ്ട് ഞാൻ കോരിധരിച്ചു. ഞാൻ CNN IBN ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. രാജ്ദീപ് സർദേശായിയോടൊപ്പം ജോലി ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഇന്റർവ്യൂവിലേക്ക് അവരുടെ ആ ഒരു കൺവിക്ഷൻ, ഞാൻ ആ ബോഡി ലാംഗ്വേജ്, എത്ര ക്ലാരിറ്റിയോട് കൂടിയാണ് ബെനോ സെഫിൻ സംസാരിക്കുന്നത്. അതുപോലെ ഇറാസ് സിംഘാളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ അവര് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. യാത്ര ചെയ്യുന്നു, എനിക്ക് തോന്നുന്നു 14ഓളം രാജ്യങ്ങൾ ഇതിനകം തന്നെ സംസാരിച്ചു. ഇവരുടെയൊക്കെ ഒരു കൺവിക്ഷൻ ലെവൽ, കോൺഫിഡൻസ് ലെവൽ ഒക്കെ തന്നെ ഒന്ന് വേറിട്ടതാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഇവരെ സിവിൽ സർവീസിലേക്കൊക്കെ എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള മുൻഗാമികൾ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? അവരുടെ ജീവിതം ഒരുപക്ഷെ നേരിട്ട് അവരുമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അവരുടെ വീഡിയോസോ അല്ലെ അവരെ കുറിച്ച് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ആ ഒരു ജീവിതങ്ങളെ അറിയുന്നത് മൂലം ഉണ്ടായിട്ടുണ്ടോ? ബേസിക്കലി ഇപ്പം ഈ ബെനോ മാം ക്ലിയർ ചെയ്യുന്ന സമയത്താണ്, അതിനു മുൻപ് സിവിൽ സർവീസിനകത്തും കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു.
ഇപ്പം വിഷ്വലി ഇമ്പയർഡ് ആൾക്കാർക്ക് എല്ലാ സർവീസും ക്വാളിഫൈഡ്, ഇപ്പൊ ഫോറിൻ സർവീസ് ഒന്നും പോവാൻ ക്വാളിഫൈഡ് അല്ലായിരുന്നു. അതുപോലെ അങ്ങനെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ബെനോ മാം ക്ലിയർ ചെയ്യുന്ന സമയത്താണ് ഷീ കൈൻഡ് ഓഫ് കോടതി പോയത് മാത്രമല്ല, അന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന സുഷമ സ്വരാജ് മാഡം ഇടപെട്ടു. അങ്ങനെയൊക്കെയാണ് ഷീ ഗോട്ട് ഇൻ ടു ഫോറിൻ സർവീസ്. അപ്പൊ ആ ഒരു പോയിന്റിലാണ് നമ്മള് എന്താണ്, ഓക്കെ ഈ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞാൽ, അതെ ഈ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇത് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഇതിലെത്തിപ്പെടാം എന്നുള്ള ഒരു ചിന്ത വരുന്നത്. നമ്മൾ എഴുതിയാലും ആരും നമ്മളെ ഈ പറഞ്ഞതുപോലെ തിരസ്കരിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അതിനപ്പുറം ഇപ്പൊ പേഴ്സണലായിട്ടൊന്നും ഇടപെടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പിന്നെ പൊതുവേ ഈ ഒരു സിവിൽ സർവീസ് മേഖലയിലോ കോച്ചിങ് മേഖലയിലോ നിൽക്കണ അതായത് ഞാൻ ഈ കോച്ചിങ്ങിനൊന്നും പോവാത്തതുകൊണ്ട് തന്നെ പോകാനുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് തന്നെ അതെ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപെടൽ കുറവാണ്. എനിക്ക് തോന്നുന്നത് എന്റെ മെയിൻസ് ക്ലിയർ ആവണത് വരെ എന്നെ പറ്റി ഈ ഒരു കോച്ചിങ് രംഗത്തുള്ള ആർക്കും അങ്ങനെ വലിയായിട്ട് അറിയത്തില്ല. തീർച്ചയായിട്ടും. അപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഓഫീസേഴ്സിന് ഞാൻ ചോദിച്ചത് വീഡിയോസിലൂടെയോ അങ്ങനെയൊക്കെ ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാമല്ലോ. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും അല്ലെ അവര് പഠിച്ച രീതി അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കിയിരുന്നോ? ഈ ബനോസ് സഫീന്റെയോ അല്ലെങ്കിൽ ഇറാസിംഗാളിന്റെയോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അങ്ങനെ എന്തെങ്കിലും? ബേസിക്കലി മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. അപ്പൊ അതായത് ഇവരൊക്കെ ക്വാളിഫൈഡ് ആയി, ഇവര് സർവീസിൽ കയറി, അപ്പൊ നമ്മൾ എഴുതിയാൽ നമുക്കും അതിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ധാരണ അത് കിട്ടി. അതായിരുന്നു മോട്ടിവേഷൻ. ഈ ഇറാസിംഗാൾ തന്നെ പറഞ്ഞൊരു കാര്യം, ഇറാസിംഗാള് 2010 പരീക്ഷ പാസ്സായിട്ടുണ്ട്. 11 എനിക്ക് തോന്നുന്നു 11 ഇന്റർവ്യൂവിന് പോയി. ആ സമയത്ത് IRS കിട്ടി, ഇന്ത്യൻ റവന്യൂ സർവീസ് കിട്ടി. റവന്യൂ സർവീസ് കിട്ടിയിട്ട് ഇറാസിംഗാളിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ ആരും തയ്യാറായില്ല. അവര് പറഞ്ഞത് നിങ്ങൾ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ആണ് കിട്ടിയത്, IRS. ഈ ശോഷിച്ച കൈകാലികളുമായിട്ട് എങ്ങനെ കള്ളക്കടത്തുകാരെ പിടിക്കും എന്നാണ് ചോദിച്ചത്. പക്ഷെ ഇറാസിംഗാൾ മെഡിക്കൽ ബോർഡിനെ സമീപിച്ചു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. അവസാനം ട്രൈബ്യൂണൽ പറഞ്ഞത് ഡൽഹിയിലെ സഫ്തർജംഗ് ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വന്നു. ആ ടെസ്റ്റ് ഇങ്ങനെയായിരുന്നു: ശോഷിച്ച കൈകൾ വെച്ച് 12 കിലോയോളം വരുന്ന ഭാരം എടുത്തുയർത്തുക. ഇത് എടുത്തുയർത്തിയാൽ നിങ്ങൾ ഫിറ്റാണ് എന്ന് പറയാം. അവസാനം വളരെ ധീരതയോടുകൂടി അത് എടുത്തുയർത്തി കാണിച്ച ആ ഫിസിക്കൽ ഫിറ്റ്നസ് കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇറാസിംഗാളിന് IRS ട്രെയിനിങ്ങിന് പോലും പോകാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഇപ്പോൾ കടന്നു വരുമ്പോൾ, ഇപ്പോൾ ധാരാളം ആളുകൾ ഇത്തരത്തിൽ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമങ്ങൾ മാറും, ഒരുപാട് ആളുകൾ മോട്ടിവേറ്റഡ് ആവും. അപ്പൊ ഒരു തലമുറയ്ക്ക് പ്രചോദനമാവുകയാണ് അറിയാതെ, അല്ലെ? നമ്മുടെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മഹാനായ സ്റ്റീഫൻ ഗ്രല്ലേ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഒരിക്കലേ ഈ ലോകത്തിലേക്ക് കടന്നു വരികയുള്ളൂ. സഹജീവികൾക്ക് ചെയ്യുവാനുള്ള നന്മ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തു കൊള്ളട്ടെ, കാരണം ഞാൻ ഇനി ഈ വഴി വരില്ല. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരു ജീവിതമാണ് ഗോകുലിൻ്റെത്. നമ്മളുടെ ഈ അഭിമുഖ സംഭാഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി കടന്നു വരാൻ പോകുന്ന ആസ്പിരൻസിനോട് എന്താണ് പറയുവാനുള്ളത്? വളരെ ഇപ്പോൾ പ്രൂവ് ചെയ്തു. കാരണം ചില ആളുകൾ പറയും സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാക്കനിയാണ്, ഇത് അതീവ ബുദ്ധിരാക്ഷസന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഉറക്കമിളച്ചിട്ടെന്നുള്ള പഠനം അനിവാര്യമാണ്. ഇതിനെയൊക്കെ ഇങ്ങനെയുള്ള ഒരു എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു മിത്തിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഗോകുൽ ഇന്ന് സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ കടന്നു വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരോട് പങ്കുവെക്കുവാനുള്ള, ഇനി ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളായിട്ടുള്ള ആളുകളും കാണുന്നുണ്ട് ഈ പ്രോഗ്രാം. അവരൊക്കെ നാളുകളിൽ സിവിൽ സർവീസിന്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അവരോട് എന്താണ് പങ്കുവെക്കുവാൻ? കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതൊരു ടെക്സ്റ്റ് ബുക്ക് എക്സാം അല്ല ഒരിക്കലും. അതായത് ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കുറേ കാര്യങ്ങൾ മഗ്ഗപ്പ് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും. പക്ഷെ അതിനപ്പുറം ഇത് നമ്മളെ മൊത്തത്തിൽ അളന്നു തൂക്കി എടുക്കുന്ന ഒരു പരീക്ഷയാണ്. ഇപ്പം ഈ മെയിൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മളോട് നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്താണ്, ലീഡർഷിപ്പ് സ്കിൽസ് എവിടെയാണ്, ഹോബീസ്, ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്, ഇങ്ങനെ കുറെ കാര്യം ചോദിക്കും. അപ്പം ഈ മെയിൻസ് പരീക്ഷയ്ക്ക് എഴുതി പാസ്സായിട്ട് അതിലൊന്നും ഒന്നും എഴുതാനില്ലാത്ത ഒരവസ്ഥ, അപ്പോഴും പെട്ടെന്ന് ഹോബീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ്.
കാരണം കൾട്ടിവേറ്റ് സംതിങ്. ഇപ്പം പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ കേട്ടോണ്ടിരിക്കണുണ്ടെങ്കിൽ കൾട്ടിവേറ്റ് സംതിങ്. ഇപ്പം ലീഡർഷിപ്പ് സ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ വോളണ്ടറി ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കുക. കാരണം സർവീസിലോട്ട് കയറി കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഒരു കാര്യം. ഇതൊരിക്കലും വെറും ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാം ആയിട്ട് ഇതിനെ കാണാതിരിക്കുക. ഇത് മറ്റ് പല രീതിയിലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആയാലും ക്വിക്ക് തിങ്കിങ് ആയാലും അതുപോലെ എന്താണ് ഹാർഡ് വർക്കിന് പുറത്ത് സ്മാർട്ട് വർക്ക് ആയാലും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ഒരു കാര്യം. രണ്ടാമത് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആസ്പിറൻസിനോട് രണ്ട് കാര്യം. ഒന്ന് എന്താണ് ഈ പരീക്ഷ ഇപ്പം നമ്മൾ പരീക്ഷ ഒരു ഇതുപോലെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു പരീക്ഷ ആയിരിക്കുമ്പോൾ തന്നെ എപ്പോഴും UPSC നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു വിഷയത്തിനെ സാധാരണ ഒരു കോമൺ മാൻ്റെ സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എങ്ങനെ കാണാം എന്നുള്ളതായിരിക്കണം UPSC പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കാരണം പലപ്പോഴും ചോദ്യങ്ങൾ അങ്ങനെയാണ്, ചോദ്യങ്ങളുടെ ഒരു സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. പ്രാക്ടിക്കൽ സൊല്യൂഷൻസിനാണ് UPSC പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്റർവ്യൂവിൽ പോലും അങ്ങനെയാണ്. ഇപ്പം ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, നമുക്കിപ്പോൾ കോസ്റ്റൽ സോൺ റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം CZR നിങ്ങളൊരു ഒഫീഷ്യലായിട്ട് പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ കടൽ തീരത്തുള്ള സാധാരണ മനുഷ്യന് നിങ്ങൾ എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പൊ എപ്പോഴും UPSC പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ഒരു ഇതുപോലെ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി ഒരു സ്ട്രീറ്റ് പ്ലേ ആക്കി ഇതിനെ അവതരിപ്പിക്കാം എന്നുള്ളതാണ്. കാരണം അവരുടെ ഭാഷയിൽ ഒരു തെരുവ് നാടകമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് റെപ്രസെന്റേഷൻ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും അവർക്ക്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കോസ്റ്റൽ സോൺ റെഗുലേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പലതും ഓൾറെഡി അവരുടെ ട്രഡീഷണൽ വേയിൽ അവർ നടപ്പാക്കി വരുന്നത് കൂടിയാണ്. അപ്പൊ അതിനെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അതെങ്ങനെ അതെ, അവര് കടൽ തീരത്ത് ഇതിന്റെ ഈ 500 മീറ്ററിനകത്തൊന്നും അവർ കൺസ്ട്രക്ഷൻ നടത്താറില്ല പണ്ട് മുതലേ. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മളും നിയമങ്ങളായിട്ടും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പം അത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും എന്നായിരുന്നു എൻ്റെ ഒരു മറുപടി. അതെ. പിന്നെ ഏറ്റവും മൂന്നാമത്തെ കാര്യം, ഇത് പറഞ്ഞതുപോലെ ഒരു 8 ലക്ഷത്തിന് പുറത്ത് ആൾക്കാർ എഴുതുന്ന ഒരു എക്സാമാണ്. ഒരു പ്രാവശ്യവും 800 അടുപ്പിച്ച ആൾക്കാരെ ക്വാളിഫൈ ആവുന്നുള്ളൂ. പക്ഷെ എന്ന് കരുതിയിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയ ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ബി എ വേസ്റ്റ് ഓഫ് ടൈം. ഒരു പാഴായി പോവില്ല. കാരണം നമ്മളെ വലിയ രീതിയിൽ നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണിത്. നമ്മൾ ഒരുപാട് ഓപ്പൺ ആവും, നമ്മൾ ഒരുപാട് ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളിൽ ഒരുപാട് ഡെവലപ്പ് ആവും, പുതിയ പുതിയ ഐഡിയാസിനോട് നമ്മൾ ഭയങ്കരമായിട്ട് റിസപ്റ്റീവ് ആവും, ഓപ്പൺ ആവും, ഓപ്റ്റിമിസ്റ്റിക് ആവും. പിന്നെ സിവിൽ സർവീസ് പരീക്ഷ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മറ്റ് പല പരീക്ഷകളും നമുക്ക് വളരെ എളുപ്പമായിട്ട് മാറും. അതുകൊണ്ട് കമ്മിങ് ടു ദിസ് എക്സാം ആൻഡ് പ്രിപ്പയർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ വേസ്റ്റ് ഓഫ് ടൈം. പിന്നെ വേറൊരു കാര്യം ഞാൻ ഗൂഗിളിൽ പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഈ 8 ലക്ഷം പേര് 10 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പേടിക്കും. ഈ 8 ലക്ഷം പേരിൽ സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് സത്യം പറഞ്ഞാൽ ഒരു 90,000 1 ലക്ഷത്തി താഴെയേ ഉള്ളൂ, അല്ലെ? അതാണ് അതിന്റെ ഒരു സത്യം. അപ്പൊ ആ സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് 90,000 ഉണ്ടെങ്കിൽ ആ 90,000-ൽ നിന്നാണ് 15,000 വരുന്നു, അല്ലെ? അങ്ങനെ. പിന്നെ ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഈ വ്യക്തിത്വത്തിൽ വരുന്ന ഒരു മാറ്റം, അല്ലെ? അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, വ്യൂ. അപ്പൊ ഒരിക്കലും അതൊരു പഠിച്ചതൊന്നും പാഴാവില്ല എന്ന് ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇപ്പൊ IPS കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടർ ആയിരുന്നു. ഈ ലക്ഷ്മണനെ എപ്പോ കാണുമ്പോഴും, പണ്ട് ഞങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ എപ്പോ കാണുമ്പോഴും അദ്ദേഹം തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ പറയും, പഠിച്ചതൊന്നും പാഴാവില്ല. അത് സത്യമാണ്. ഈ സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്നത് ഒരിക്കലും പാഴാവത്തില്ല. നമുക്കത് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അത് ഗൂഗിൾ പറഞ്ഞ 100% യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു വളരെ വൈവിധ്യമാർന്ന മേഖലകളിലൂടെ നമ്മള് ഈ ഒരു സഞ്ചാരം കടന്നുപോയി.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്പിരൻസിന്, ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും പ്രചോദനം പകരുന്ന ഒരു ജീവിതമാണ് ഗോകുലിൻ്റെത്. ഇനിയും അനേകരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ സ്വന്തം ജീവിതത്തിലൂടെ, കാര്യം പലപ്പോഴും നമുക്ക് ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ വലിയ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് തെളിയിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രവാചകന്മാർ, മഹാത്മാക്കൾ, അവരൊക്കെ ചെയ്തത് ഇത്തരമൊരു കാര്യമാണ്. അവർ സ്വന്തം ജീവിതത്തിലൂടെ തങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മഹാനായ സോക്രട്ടീസ് ഒരിക്കൽ പറഞ്ഞു, 1000 ഔൺസ് പ്രസംഗത്തെക്കാൾ 1 ഔൺസ് പ്രവൃത്തിക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ സിവിൽ സർവീസിന് ഗോകുൽ എസ് എന്ന വ്യക്തിത്വം ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അനേകരെ ഈ പാതയിലേക്ക് നയിക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ വെളിച്ചമേകുവാൻ ഗോകുലിന് തീർച്ചയായിട്ടും സാധിക്കും. നമ്മളോടൊപ്പം ഈ സക്സസ് ടോക്കിൽ പങ്കാളിയായതിന് ഹൃദയംഗമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൂടുതൽ ഉയരങ്ങൾ ജീവിതത്തിൽ കടന്നു വരട്ടെ, സമൂഹത്തെ കൂടുതൽ പോസിറ്റീവായി സ്വാധീനിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.